Good evening, all. Good evening. ഗുഡ് ഈവനിങ്. എല്ലാവരും ഹാപ്പിയായി സന്തോഷമായിരിക്കുമെന്ന് കരുതുന്നു. ക്യാമറ ഓൺ ആക്കാൻ പറ്റുന്നവരൊക്കെ ഓൺ ചെയ്യുക. ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് സാഹിർ മുഹമ്മദ്. ഞാൻ കാസർഗോഡ് ജില്ലയിലെ മാവിലാടൻ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ്. ഞാനൊരു സൈക്കോളജിക്കൽ കൗൺസിലർ ആൻഡ് ട്രെയിനറായിട്ട് ഒരു ഇന്റർനാഷണൽ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ വിംബിൾ അക്കാദമിയിലെ 19th ബാച്ച് സ്റ്റുഡന്റ് കൂടിയായിരുന്നു ഞാൻ. നമ്മുടെ വിംബിൾ അക്കാദമി സംഘടിപ്പിച്ചു വരുന്ന വളരെ മനോഹരമായിട്ടുള്ള ട്രെയിനേഴ്സ് ടോക്ക്, അതിന്റെ മറ്റൊരു ദിനത്തിലാണ് നമ്മൾ ഇന്ന് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നമ്മുടെ വിംബിൾ അക്കാദമിയുടെ തന്നെ പ്രൊഫഷണൽ ട്രെയിനർ കോഴ്സ് പൂർത്തീകരിച്ച മികച്ച ട്രെയിനർമാരാണ് നമ്മുടെ ഈ ഒരു ട്രെയിനേഴ്സ് ടോക്കിൽ എപ്പോഴും ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് വരുന്നത് എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം ഒരു ട്രെയിനർ എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം. വെറുതെ ഒരു ട്രെയിനർ ആയാൽ പോരാ. നമുക്കറിയാം ഇന്ന് ഏത് മേഖലയ്ക്കും അത്യാവശ്യമാണ് ഒരു ട്രെയിനർ എന്ന് പറയുന്നത്. എല്ലാ മേഖലയ്ക്കും ട്രെയിനർ അത്യാവശ്യമാണ്. നമുക്കറിയാം ബിസിനസ്സിൽ ട്രെയിനർ ഉണ്ട്, പാരന്റിങ്ങിലുണ്ട്, ബിസിനസ്സിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇമോഷണൽ ട്രെയിനർ ഉണ്ട്, അതുപോലെ തന്നെ മോട്ടിവേഷൻ സ്പീക്കറായിട്ട് ഉണ്ട്, ലൈഫ് സ്കിൽ കോച്ചിങ് ഉണ്ട്. അങ്ങനെ ഒരുപാട് തലങ്ങളിൽ ഇന്ന് ട്രെയിനേഴ്സിന് ആവശ്യമായിട്ട് വരുന്ന ഒരു കാലം കൂടിയാണ്. വെറും ഒരു ട്രെയിനർ ആയാൽ പോരാ. നമ്മുടെ മുന്നിലിരിക്കുന്ന ആളുകൾ, ഓഡിയൻസ്, അവരാഗ്രഹിക്കുന്നത് പോലെ കൊടുക്കാൻ വേണ്ടിയിട്ട്, അവരാഗ്രഹിക്കുന്ന കണ്ടന്റ് നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കണം എന്നുള്ളതാണ്. വെറുതെ നമ്മളൊരു കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിച്ചത് കൊണ്ട് കാര്യം ഉണ്ടാവില്ല. മറിച്ച് നമ്മൾ എങ്ങനെയാണ് ഒരു ട്രെയിനർ ആവണം എന്ന് കൃത്യമായിട്ട്, ഞാൻ എൻ്റെ ഒരു പാഷൻ ആയിരുന്നു എനിക്കൊരു ട്രെയിനർ ആവണം എന്നുള്ളത്. എനിക്ക് സംസാരിക്കാൻ കഴിവുണ്ട്, അതുകൊണ്ട് എനിക്കൊരു ട്രെയിനർ ആവണം എന്നുള്ളത് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ എത്തിപ്പെട്ടിട്ടുണ്ട്. എന്നാൽ കണ്ടന്റ് ഒക്കെ കിട്ടുമെന്നല്ലാതെ എങ്ങനെ ആയിരിക്കണം ഒരു ട്രെയിനർ എന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങിയത് വിംബിൾ അക്കാദമിയിൽ വന്നിട്ടാണ്. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടാണ് ഞാൻ വിംബിൾ അക്കാദമി ആദ്യമായിട്ട് കോൺടാക്ട് ചെയ്തത്. ഇതിന്റെ ഡയറക്ടർ മിസ്റ്റർ ഫൈസൽ സാർ. ഞാൻ ഫൈസൽ സാറിനെ കോൺടാക്ട് ചെയ്തിട്ട് 2 പോയിന്റ്സുകളാണ് അദ്ദേഹം പറഞ്ഞത്. അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ഇതിലേക്ക് സ്പോട്ടിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നിയ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ഒരു ട്രെയിനർ ആക്കി മാറ്റും എന്നുള്ളതാണ്. കാരണം എപ്പോഴും അങ്ങനെ ആയിരിക്കണം. കാരണം ട്രെയിനർ ആവണമെന്ന് ഞാൻ ആഗ്രഹം വെച്ചിട്ട് എല്ലാം നമ്മുടെ വിംബിൾ അക്കാദമി ചെയ്തു തരും എന്ന് കരുതിയിട്ടല്ല. നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഷുവർ വൺ ഡേ നമ്മളൊരു ട്രെയിനറായി മാറും. കാരണം എനിക്കത് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നത്, ഇന്ന് ഞാൻ ഒരുപാട് ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസ്സുകൾ, ട്രെയിനിങ് ക്ലാസ്സുകൾ എനിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ക്രെഡിറ്റ് ആയിട്ട് ഞാൻ കൊടുക്കുന്നത് വിംബിൾ അക്കാദമിക്ക് തന്നെയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇതിന്റെ ട്രെയിനേഴ്സ് ബാച്ച് കൃത്യമായിട്ട് ഒരു ട്രെയിനർ എങ്ങനെയായിരിക്കണം എന്ന് മോൾഡ് ചെയ്ത് കൊണ്ടുവരുന്ന രീതിയാണ്. വെറുതെ ഒരു ട്രെയിനർ ബാച്ച് കഴിഞ്ഞ് ആ ബാച്ച് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് നമ്മളെ ഉന്തി വിട്ട് കഴിഞ്ഞു, നിങ്ങളുടെ ക്ലാസ് കഴിഞ്ഞു, നിങ്ങളൊരു ട്രെയിനറായി എന്ന് പറഞ്ഞ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് പ്രിന്റ് ചെയ്ത് സീലും വെച്ച് തരുന്നതിന് പകരം കൃത്യമായിട്ട് നമ്മുടെ വാക്കുകൾ, നമ്മുടെ അറ്റയർ, നമ്മുടെ ഡ്രസ്സിങ് രീതികൾ, നമ്മൾ ഒരാളോട് എങ്ങനെ പെരുമാറണം, നമ്മളെ തന്നെ എത്രമാത്രം ഡിസ്കവർ യുവർ സെൽഫാണ് നമ്മൾ ആദ്യമായിട്ട് ഇതിനകത്ത് പഠിപ്പിക്കുന്ന ഒരു കാര്യം. ഡിസ്കവർ യുവർ സെൽഫ്. നമ്മൾ എങ്ങനെ ആയിരിക്കണം, ഞാൻ എന്തായിരിക്കണം എന്ന് സ്വയം ഞാൻ എന്നെക്കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് എൻ്റെ മുന്നിലിരിക്കുന്നവരെ മനസ്സിലാക്കാനും അവരോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുക എന്നുള്ളത്. എന്നെ സംബന്ധിച്ച് വിംബിൾ അക്കാദമി എന്ന് പറയുന്നത് എൻ്റെ ഈ ഒരു ജേണിയിലേക്ക് എന്നെ കൈപിടിച്ച് ഉയർത്തിയ, ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു ട്രെയിനറായിട്ട് 4 ആളുകളുടെ മുന്നിൽ സംസാരിക്കാൻ വേണ്ടി എനിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് ഗോസ് ടു വിംബിൾ അക്കാദമി ആൻഡ് മിസ്റ്റർ ഫൈസൽ സർ. ഞാൻ ഈ അവസരം അതിനുവേണ്ടി ഉപയോഗപ്പെടുത്താണ്. അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ വെബിനാറിൽ സംസാരിക്കാനെത്തുന്നത് മിസ് ജാസ്മിൻ മാം ആണ്. ദ 5 ഡൊമൈൻസ് ഇൻ ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ എന്ന ടോപ്പിക്കിലാണ് സംസാരിക്കുന്നത്. ജാസ്മിൻ മാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വിംബിൾ അക്കാദമിയുടെ മറ്റൊരു പില്ലർ കൂടിയാണ്. കാരണം ആള് കമ്മ്യൂണിക്കേഷൻ കോച്ചാണ്, അതുപോലെ തന്നെ മോട്ടിവേഷൻ സ്പീക്കറാണ്, ടീച്ചറാണ്. ആള് ഒരുപാട് കോഴ്സുകൾ ചെയ്തിട്ട്, ട്രാൻസ്ഫോർമേഷൻ കോഴ്സുകൾ പോലും ചെയ്തിട്ട് അതിന്റെ ഫീഡ്ബാക്കുകളൊക്കെ ഞാൻ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് കേട്ടിട്ടുണ്ട്. കാരണം നമ്മളൊരു മനുഷ്യന് ഒരു ട്രാൻസ്ഫോർമേഷൻ കോഴ്സ് കൊടുത്തിട്ട് അതിൽ നിന്നും ഒരാൾ ട്രാൻസ്ഫോം ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ, അത് ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മളൊരു കഴിവ് തന്നെയാണ്. അത്രയും ഒരു കഴിവുള്ള ഒരു പ്രതിഭ കൂടിയാണ്, ഒരു ട്രെയിനർ കൂടിയാണ് മിസ് ജാസ്മിൻ മാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് കൈകാര്യം ചെയ്യുന്നത് ജാസ്മിൻ മാം ആണ്. നമ്മൾ പൂർണ്ണമായിട്ടും ആദ്യ അവസാനം വരെ ഇതിൽ ഇരുന്ന് കഴിഞ്ഞാൽ
ജാസ്മിൻ മാമിന്റെ കയ്യിൽ നിന്നും ഒരുപാട് പോസിറ്റീവ് തിങ്കിങ്, അതുപോലെ തന്നെ ഒരുപാട് അറിവുകൾ നമുക്ക് ലഭിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. അതുകൊണ്ട് ആദ്യ അവസാനം വരെ നമ്മൾ ഇതിനകത്ത് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ കേട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാമറ ഒക്കെ പരമാവധി ഓൺ ചെയ്ത് നമ്മളൊരു ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു കമ്മിറ്റ്മെന്റ് ചെയ്ത് മാറ്റിവെക്കുക, കുറച്ച് സമയം നമ്മൾ മാറ്റിവെക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഞാൻ ഇതിനകത്തേക്ക് സ്വാഗതം ചെയ്യാണ്. അതുപോലെ തന്നെ ഇതിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ജാസ്മിൻ മാമിനെ കൂടി സ്വാഗതം ചെയ്യാണ്. വെൽക്കം ജാസ്മിൻ മാം. താങ്ക് യു സാർ. നല്ലൊരു ഇൻട്രൊഡക്ഷൻ തന്നു, താങ്ക് യു. അതിനെപ്പറ്റി പറഞ്ഞു എങ്കിലും ജസ്റ്റ് ഞാനൊന്ന് പറയാൻ, എന്നെ അറിഞ്ഞൂടാത്തവരുണ്ടാവും. എൻ്റെ പേര് ജാസ്മിൻ എന്നാണ്. ഞാൻ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. വിംബിൾ അക്കാഡമിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. അപ്പോൾ ഇന്ന് നമ്മളൊരു ടോപ്പിക് ഇങ്ങനെ ഞാനിവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചു പോകുന്നതിനപ്പുറത്തേക്ക് നമ്മളൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആക്കി കൊണ്ടുപോവുകയാണെങ്കിൽ രണ്ട് സൈഡിൽ നിന്നുള്ള ആ ഒരു നോളജ് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് വെറുതെ ഒരു ടോപ്പിക് പ്രസന്റേഷൻ ഇല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോകുന്നു എന്നതിനപ്പുറത്തേക്ക് നമ്മൾ പഠിച്ചതിനും അറിഞ്ഞതിനും അപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പൊ കഴിയുന്നവരൊക്കെ ഒന്ന് വീഡിയോയിൽ വരിക, മൈക്ക് ഓപ്പൺ ചെയ്തൊക്കെ ഒന്ന് സംസാരിക്കാനായിട്ട് തയ്യാറാവുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്, ഇപ്പൊ സാഹിർ സാറ് പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ഒരു ട്രെയിനിങ് ഫീൽഡിലേക്ക് വരാൻ ഇഷ്ടം തോന്നി, വന്നു. അപ്പൊ വിംബിൾ അക്കാഡമിയായിട്ട് അത് അസോസിയേറ്റ് ചെയ്തു. അപ്പൊ രണ്ടുപേരും ഒരുമിച്ചപ്പോഴാണ് അവിടെ ഒരു ട്രെയിനർ ജനിക്കുന്നത്. പക്ഷെ നമ്മുടെ സ്കൂളുകളിൽ, നമ്മുടെ വിദ്യാഭ്യാസ മേഖലകളിൽ ഈ ഒരു ചട്ടക്കൂടിനകത്താണെങ്കിൽ, അതായത് നമ്മുടെ ഈ 5 ഡൊമൈൻസിൽ നമുക്ക് രീതിയിൽ ഈ 5 ഡൊമൈൻസും നമുക്ക് അവിടെ കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ, ഈ പറയുന്ന പോലെ കുഞ്ഞിലെ തന്നെ ഒരു കുട്ടിയെ നമുക്ക് ഒരു ട്രെയിനറോ സ്പീക്കറോ ഈ പറഞ്ഞ പോലെ സെൽഫ് മോട്ടിവേറ്ററോ അവന്റെ സെൽഫ് എസ്റ്റീം, അതുപോലെ അവനിലുള്ള കഴിവുകൾ, അവന്റെ സ്ട്രെങ്ത്, വീക്ക്നെസ്, ഇതൊക്കെ അവൻ ആ കുഞ്ഞുനാള് മുതലേ തന്നെ മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കും. പക്ഷെ ഇന്നത്തെ നമ്മുടെ കരിക്കുലം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു 5 ഡൊമൈൻസ് എന്ന് പറയുന്നത് അവിടെ ഇല്ല. അത് വെറും ഒരു അങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് പറയുമ്പോഴും അത് അപ്ലൈ ചെയ്യാൻ പലയിടത്തും സാധിക്കാതെ പോകുന്നു എന്നുള്ളതാണ് വസ്തുത. ഈ പറഞ്ഞ പോലെ നമ്മള് കോഗ്നിറ്റീവ് ഒരു ഡെവലപ്മെന്റിൽ മാത്രമാണ് ഒതുങ്ങി നിൽക്കുന്നത് പല എഡ്യൂക്കേഷണൽ സ്ഥാപനങ്ങളും. ഈവൻ ഗവൺമെന്റ് സെക്ടർ ആയാലും, ഗവൺമെന്റ് മേഖലയിലേക്ക് നമ്മൾ പോയാലും, അതുപോലെ തന്നെ പ്രൈവറ്റിലേക്ക് പോയാലും ഇതൊക്കെ തന്നെയാണ് അവിടെ സംഭവിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ കൂടുതൽ ആൾക്കാർ, അതായത് ഒരു എന്റെ സ്കൂളിനെ എനിക്ക് ബ്രാൻഡ് ചെയ്ത് കൊണ്ടുപോകണം, എന്റെ നേതൃത്വത്തിലാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്, അപ്പൊ എന്റെ അടുത്ത് വരുന്ന ഓരോ കുട്ടിയെയും എനിക്ക് എംപവർ ചെയ്യിപ്പിച്ചു വിടണം എന്ന് ഞാൻ തീരുമാനിക്കുന്നിടത്താണ് എന്റെ സ്കൂളിന്റെ ഒരു ബ്രാൻഡിങ് നടക്കുന്നത്. അവിടെ ഒരു ബ്രാൻഡിങ് മാത്രമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു കച്ചവടം പോലെ അങ്ങ് ചെയ്തു പോവാം. അതല്ല, അതിനപ്പുറത്തേക്ക് അപ്പോഴും അവിടെ ഈ പറയുന്ന പോലെ കുറച്ച് കുട്ടികൾ താഴേക്ക് തന്നെ നിൽക്കും. സത്യത്തിൽ ഒരമ്മ എന്തിനാണ് ഒരു കുഞ്ഞിനെ, അല്ലെങ്കിൽ ഒരു പാരന്റ് ഒരു വീട്ടിൽ നിന്ന് ഒരു കുഞ്ഞിനെ എന്തിനാണ് സ്കൂളിലേക്ക് കൊണ്ടുവരുന്നത്? പക്ഷെ ഇവിടെ പല അമ്മമാരും പറയുന്നത് എന്റെ കുട്ടിക്ക് A+ കിട്ടണം, എല്ലാത്തിനും ഫുൾ മാർക്ക് കിട്ടണം, എല്ലാത്തിനും പഠിക്കണം, ഏതെങ്കിലും വിഷയം തോറ്റുപോയാൽ പിന്നെ ആ ടീച്ചറിനെ വിളിച്ചിട്ട് അത് കറക്റ്റ് ചെയ്യല്, അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലെ. അവിടെ ഈ പാരന്റ്സിനെ നമുക്ക് എംപവർ ചെയ്യിപ്പിക്കണം. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ഈ പാരന്റ്സിനെയും ടീച്ചേഴ്സിനെയും സ്കൂളിന്റെ മാനേജ്മെന്റ് സിസ്റ്റത്തിനെയും എംപവർ ചെയ്യിപ്പിച്ച് കൊണ്ടുപോയാൽ മാത്രമേ ഈ സംഭവങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു സ്കൂളിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ 5 ഡൊമൈൻസ് ഞാൻ പറയാൻ പോകുന്നത്, ഈ 5 ഡൊമൈൻസ് സ്കൂളിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അതല്ല, നമ്മളിപ്പോ പല സ്കൂളിലും നടക്കുന്ന ഒരു കാര്യം, എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് പോർഷൻ കവർ ചെയ്ത് പോവാതെ വരും. അപ്പോഴേ ഈ പറയുന്ന ഈ 5 ഡൊമൈൻസ് ഒരു സൈഡിലേക്ക് വെക്കേണ്ടി വരും. അതിലേക്ക് നമുക്ക് എത്താൻ കഴിയില്ല. അങ്ങനെ വരുമ്പോൾ പാരന്റ്സ് വന്നിട്ട് ചോദിക്കും, എന്തുകൊണ്ട് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തില്ല, എല്ലാ ചാപ്റ്ററും പഠിപ്പിച്ചില്ല. ഇപ്പൊ ടീച്ചേഴ്സ് അന്തം വിട്ട് പോർഷൻ തീർക്കുന്നതിന്റെ തിരക്കിലായിരിക്കും, കാരണം അവർക്ക് പ്രഷർ ഉണ്ട്. അപ്പൊ ഇവിടെ ഞാൻ എപ്പോഴും ടീച്ചേഴ്സിന്റെ അടുത്ത് പറയുന്ന ഒരു കാര്യം, നിങ്ങൾ പോർഷൻ അങ്ങനെ കവർ ചെയ്യേണ്ട, നിങ്ങൾ സ്വയം സ്കൂള് സിസ്റ്റത്തിൽ ഒരു മാനേജ്മെന്റ് സിസ്റ്റം എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കുറച്ച് ചാപ്റ്റർ മാത്രം പഠിച്ചു പോവുകയും ബാക്കിയുള്ള പീരീഡ്സിൽ എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് കൂടി ആഡ് ചെയ്യേണ്ടുന്ന ഒരു രീതിയും കൂടെ കൊണ്ടുവരണമെന്ന് പറയും.
അപ്പോഴും അവര് സങ്കടം പറയുന്നത്, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് പോകും, വേറൊരു പാരന്റ് വന്നിട്ട് പറഞ്ഞിട്ട് പോകുന്ന എന്താണ്, എന്തുകൊണ്ട് ആ ചാപ്റ്റർ പഠിപ്പിച്ചില്ല, ഈ ചാപ്റ്റർ പഠിപ്പിച്ചില്ല, കംപ്ലീറ്റ് സിലബസിൽ ഉള്ളതായാലും ഇല്ലാത്തതായാലും ശരിയാണ്, കംപ്ലീറ്റ് പഠിപ്പിച്ചിരിക്കണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി. അപ്പൊ ഇവിടെ നമ്മൾ ഒരു സൈഡ് പാരന്റിനെ നമ്മൾ എന്ത് ചെയ്യണം, എംപവർ ചെയ്യിപ്പിക്കണം. പാരന്റിന് നമ്മൾ എഡ്യൂക്കേഷൻ കൊടുക്കണം. അത് സ്കൂളിന്റെ ആ ഒരു ഭാഗത്തു നിന്ന് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ഈ ഒരു 5 ഡൊമൈൻ ഏതൊക്കെയാന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് വൺ ഫിസിക്കൽ ഡെവലപ്മെന്റ് ആണ്. അപ്പൊ ഫിസിക്കൽ ഡെവലപ്മെന്റിൽ നമുക്ക് പല സ്കൂളുകളിലും ഫിസിക്കൽ ഒരു PT പീരീഡ് എന്ന് പറയുന്ന ഒരു പീരീഡ് ഉണ്ട്. പക്ഷെ അവിടെ ഈ പറഞ്ഞ പോലെ ഗവൺമെന്റ് സ്കൂളിലാണെങ്കിൽ ഓക്കെ, ഇപ്പൊ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് അല്ലെ, SPC പോലെയൊക്കെ ഉള്ള ഒരുപാട് സംഭവങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അവര്. അപ്പോൾ അത് പണ്ട് മുതലേ ഉണ്ടായിരുന്നു. അതിപ്പോഴും SPC എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലേക്ക് വന്നു. പിന്നെ ഈ പറഞ്ഞതുപോലെ സ്പോർട്സിൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന കുട്ടികൾ അങ്ങനെ എടുക്കുന്നുണ്ട്. പക്ഷെ അവിടെയും എല്ലാ കുട്ടികൾക്കും ഈ പറഞ്ഞ പോലെ അവരുടെ ഫിസിക്കൽ ഡെവലപ്മെന്റ് ശരിയാക്കി എടുക്കാൻ ശരിക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ഒരു കുട്ടി ഒരു അസംബ്ലിയിൽ പോയി നിൽക്കുമ്പോൾ തന്നെ അവൻ തലകറങ്ങി വീഴാണ്. കാരണം അവരുടെ ഡെഫിഷ്യൻസി, അവരുടെ ഈ വൈറ്റമിൻ ഡെഫിഷ്യൻസി കാരണം ആ കുട്ടിക്ക് ശരിക്ക് ആ ഒരു അസംബ്ലിയിൽ ഒന്നും നേരെ നിൽക്കാൻ പോലും പറ്റുന്നില്ല. അതൊന്നും. രണ്ടാമത് കുട്ടികളെ ഇപ്പൊ കൊണ്ടുവന്ന ഒരു സൂംബ ഡാൻസിൻ്റെത്. അതെന്ന് വെച്ചാല് നല്ലതാണ്. ഈ പറഞ്ഞതുപോലെ സ്കൂളുകളിൽ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് കൊണ്ടുവരുന്നത് നല്ലതാണ്. പക്ഷെ ഒരു കാര്യം നമ്മളവിടെ ചിന്തിക്കാനുള്ളത്, വയറ് നിറച്ചിട്ട് വരുന്ന ഒരു കുട്ടിയാണെങ്കിൽ എങ്ങനെ പോയാലും ആ സൂംബ ഡാൻസ് കളിക്കുന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ടുണ്ടാവും. അതല്ല, ഈ കഴിക്കാതെ വരുന്ന കുട്ടികളാണെങ്കിൽ ഇത് കളിക്കുമ്പോഴത്തേക്ക് അവർ തളർന്നു കഴിയും. അപ്പോൾ ഇതാണ് അവിടുത്തെ അവസ്ഥ. പിന്നെ അടുത്ത് ഈ കുട്ടികൾ വിയർത്ത് പോയി ക്ലാസ്സിൽ പോയി ഇരിക്കുമ്പോൾ അത് ഒരു ബുദ്ധിമുട്ട്. അപ്പൊ ഇതിന്റെ ഇടയിലുള്ള ഏകദേശം ഒരു മധ്യഭാഗം അല്ലെങ്കിൽ ഏകദേശം ഒരു ലാസ്റ്റ് പീരീഡ് ഒരു PT പീരീഡ് കൊടുക്കുകയും ആ പീരീഡിൽ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള, അതായത് ഈ PTയിൽ തന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ പ്രത്യേകം പരിശീലനം സിദ്ധിച്ച ടീച്ചേഴ്സിനെ തന്നെ അവിടെ അപ്ലൈ ചെയ്യാം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവർക്ക് കുട്ടികളെ നിയന്ത്രിക്കാനും, കാരണം അവരവിടെ തിയറിയും പ്രാക്ടിക്കലും ഒരുപോലെ പഠിച്ചിട്ടാണ് അവിടെ വരുന്നത്. അപ്പൊ അവർക്ക് എങ്ങനെ ഈ കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കണമെന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. അങ്ങനെയുള്ള സംഭവങ്ങൾ ഇവിടെ ഈ പറയുന്ന പോലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ഫിസിക്കൽ ഡെവലപ്മെന്റിൽ അതാത് കാറ്റഗറിയിൽ പെട്ട അതേ സിസ്റ്റത്തിൽ പഠിച്ച് ഡെവലപ്പ് ചെയ്തെടുത്ത എഫിഷ്യൻസി ആയിട്ടുള്ള, എലിജിബിൾ ആയിട്ടുള്ള ആളുകളെ തന്നെ ഇവിടെ അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇവർക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള എല്ലാ ഒരു ഫിസിക്കൽ ഡെവലപ്മെന്റ് അവരിലൂടെ കിട്ടും. അത് അവിടെ തന്നെ കുട്ടികളുടെ ഫുഡിന്റെ കാര്യം, എന്തൊക്കെ കഴിക്കണം, അവരുടെ മെനു കാർഡ്, അതെല്ലാം സ്കൂളിൽ നിന്ന് തന്നെ പാരന്റ്സിന് അവയർനെസ് കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുപോകണം. എത്ര അവയർനെസ് കൊടുത്താലും പാരന്റ്സ് ഈ പറഞ്ഞ പോലെ ജങ്ക് ഫുഡ്, പാരന്റ്സ് തന്നെ ജങ്ക് ഫുഡിന് അഡിക്റ്റ് ആണ്. അപ്പൊ പിന്നെ കുട്ടികളുടെ കാര്യം പറയണം. അപ്പൊ ഇതൊക്കെയാണ് ആ ഒരു ഏരിയയിൽ എനിക്ക് കവർ ചെയ്ത് പറയാനുള്ളത്. അപ്പൊ നമ്മൾ ആ ഒരു ഇത് സെറ്റപ്പ് ഒന്ന് റെഡി ആക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് ഈ ഫിസിക്കൽ ഡെവലപ്മെന്റിന്റെ കാര്യത്തിൽ സ്കൂളുകളെ നമുക്ക് എംപവർ ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പൊ അവിടെ ആ ഒരു കാര്യം പരിഹരിക്കപ്പെട്ടു. അതേസമയം ഗവൺമെന്റ് സ്കൂളുകളിൽ എന്തായാലും PT പീരീഡ് ഉണ്ട്. അവിടെ ഈ പറഞ്ഞ പോലുള്ള ടീച്ചേഴ്സിനാണ് അപ്ലൈ ചെയ്യുന്നത്. പക്ഷെ ഗവൺമെന്റ് പ്രൈവറ്റ് സെക്ടറിലേക്ക് വരുമ്പോൾ പല സ്ഥലങ്ങളിൽ ഇത് അപ്ലൈ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അത് പല സ്കൂളുകളിലും അത് അവർ ഈ പറഞ്ഞ പോലെ എടുക്കുന്നുണ്ട്. പക്ഷെ PT പീരീഡിൽ ഇപ്പൊ തന്നെ എനിക്കുണ്ടായ അനുഭവം, PT പീരീഡിൽ നിന്നത് SS ടീച്ചറാണ്. PT പീരീഡ് ഉണ്ട്, പക്ഷെ PT പീരീഡിൽ നിന്നത് SS പഠിപ്പിക്കുന്ന ടീച്ചറാണ്. കുട്ടികൾ ക്ലാസ്സിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ മഴ ആയതുകൊണ്ട് പുറത്ത് കൊണ്ടുപോകാതെ അകത്ത് നിർത്തി കളിച്ചപ്പോൾ ബാഗിന്റെ വള്ളിയിൽ എന്തോ തട്ടി എന്റെ മകൻ വീണു, കൈ ഒടിഞ്ഞു, 2 കഷ്ണമായിട്ട്, എല്ല് രണ്ട് പീസായി. അപ്പൊ അത് കൈ വെച്ച് കെട്ടി ഇപ്പൊ വീട്ടിൽ ഇരിക്കുകയാണ്. ആ ഒരു അവസ്ഥ ഉണ്ടായി. അപ്പൊ ഇത് ഇവിടെ അതേസമയം ഒരു PT ടീച്ചറാണ് നിന്നിരുന്നെങ്കിൽ കുട്ടികളെ എഴുന്നേൽപ്പിച്ച് നിർത്തി അവർക്കൊന്ന് കൈകാലുകൾ അനക്കാനോ ഒന്ന് സ്ട്രെച്ച് ചെയ്യാനോ അവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ജമ്പ് ചെയ്യിപ്പിക്കാനോ അതെല്ലാം അതിൻ്റെതായ രീതിയിൽ ഓർഡറിൽ നിർത്തി അവർക്ക് ചെയ്യിപ്പിക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ അവിടെ നമ്മൾ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. പരാതി പറഞ്ഞതുകൊണ്ട് ആ ഒടിഞ്ഞ കൈ നേരെ ആവാൻ പോകുന്നില്ല. പക്ഷെ ഇനി നമുക്ക് അതവിടെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മളവിടെ സംസാരിച്ച് അതിന് ഒരു ക്ലിയർ വരുത്തേണ്ടത്. അപ്പൊ ഈ ഒരു പോർഷനിൽ ഇനി നിങ്ങൾക്കായിട്ട് എന്തെങ്കിലും സജഷൻസ് പറയാനുണ്ടോ? ഈ ഒരു ഫിസിക്കൽ ഡെവലപ്മെന്റ് നമുക്ക് ഇനി എങ്ങനെ നമ്മുടെ സ്കൂളുകളിലൊക്കെ, നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകളിലും അല്ലാതെയൊക്കെ നമുക്ക് എങ്ങനെ കൊടുക്കാൻ കഴിയും എന്നുള്ളതിനെ പറ്റി നിങ്ങളുടേതായ ഒരു അഭിപ്രായം പറയാം. ഇപ്പൊ എന്റെ വ്യൂ പോയിന്റിൽ നിന്ന് കാണുന്നത് പോലെ ആയിരിക്കില്ല മറ്റൊരാൾ, അല്ലേ?
ആർക്കും പറയാം. സ്കൂളുകളിലൊക്കെ മാക്സിമം PT പീരീഡ് തന്നെ കൊടുക്കുക. കാരണം ഞങ്ങളുടെ കാലത്തൊക്കെ PT പീരീഡുകൾ ഉണ്ടായിരുന്നു. പിന്നീട് ഞങ്ങളൊക്കെ ഭയങ്കരമായിട്ട് വെറുക്കുന്ന ഒരു ടൈം കൂടെ. കാരണം PT പീരീഡ് എന്ന് പറയുമ്പോൾ അവിടെ ഒന്നുകിൽ മാത്സിന്റെ ടീച്ചേഴ്സ് വന്നിട്ട് ക്ലാസ് എടുക്കും. ഇന്ന് Yes. ഏതായാലും PT പീരീഡ് വേണ്ടെന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ തമാശക്ക് പോലും പറയാറുണ്ട്, ആ, സച്ചിനും ധോണിയൊക്കെ നമ്മുടെ നാട്ടിൻപുറങ്ങളിലായിരുന്നെങ്കിൽ ഈ കളിച്ച് നടക്കുന്നതിന് പകരം വല്ല PSC എഴുതിക്കൂടെ എന്ന് ചോദിക്കുന്ന ഒരു രീതി ഉണ്ടാവും. PT എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്ത് കൂടി, ഫിസിക്കൽ ഹെൽത്ത് കൂടി നോക്കാൻ വേണ്ടിയിട്ടാണ് PT. വെറുതെ കളിച്ച് നടക്കുന്നതല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു പീരീഡ് ഉണ്ടാവില്ലല്ലോ. അപ്പൊ ആ പീരീഡിനെ മാക്സിമം യൂസ് ചെയ്യാൻ വേണ്ടി സ്കൂളുകൾ ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സജഷൻസ് തരാനുണ്ടോ? കാരണം ഇതൊക്കെ നമുക്ക് നമ്മുടെ മക്കൾ പഠിപ്പിക്കുന്ന സ്കൂളിൽ നമുക്ക് ഈ പറയുന്ന നിങ്ങൾ പറയുന്ന ഓരോ പോയിന്റുകൾ നമുക്ക് അവിടെ പറയാം. നമുക്ക് നമ്മുടെ തന്നെ മക്കളിൽ അത് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ അത് ഓരോ, കാരണം ഇവിടെ ടീച്ചേഴ്സ് ഉണ്ട്, അതുപോലെ സൈക്കോളജിസ്റ്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് പ്രത്യേകം പ്രത്യേകം ഓരോ കാര്യങ്ങൾ ചിലപ്പോൾ പറയാനുണ്ടാവും. അപ്പൊ ഒരു അറിവും ചെറുതല്ല, പക്ഷെ പറയുക എന്നുള്ളതാണ്. ഹലോ ജാസ്മിൻ മാം. ആ. ഞാനൊരു ടീച്ചറാണ്, ഹൈസ്കൂൾ ടീച്ചറാണ്. ഉം. ഇപ്പോഴത്തെ കുട്ടികളിൽ PT പീരീഡ് ഉണ്ട്. അത് 8-ല് 9-ല് 10-ല് അങ്ങനെ 10ാം ക്ലാസ്സിൽ തീരെ PT ഇല്ല. 8-ലും 9-ലും ഒക്കെ 2 പീരീഡ് വീതം PT കൊടുക്കുന്നുണ്ട്. 9ാം ക്ലാസ്സിൽ 1 പീരീഡ്, 8-ല് 2 പീരീഡ്, അങ്ങനെയാണ് ഇപ്പോൾ PT കൊടുക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ പറഞ്ഞ മാതിരി PT മാഷ് ഉണ്ടെങ്കിലും പലവിധ കാരണങ്ങൾ കൊണ്ട് PT പീരീഡ് കൊടുക്കാൻ പറ്റാതെ വരും. ഇപ്പോ അത് ഗ്രൗണ്ട് ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നം ഉണ്ടാവും പല സ്കൂളുകളിലും. അത് ടീച്ചേഴ്സിനെ മാത്രം ഒരു ഇഷ്യൂ ആവണം എന്നില്ല. പക്ഷെ നമുക്കിതിൽ ചെയ്യാം, അങ്ങനെ പലവിധ പ്രശ്നങ്ങൾ വരും. നമുക്കൊരു കുട്ടികൾ ഫിസിക്കലായിട്ട് എൻഗേജ്ഡ് ആക്കാൻ പറ്റാത്ത ഇതുപോലത്തെ ഇഷ്യൂസ് ഉണ്ടാവും. പക്ഷെ നമുക്ക് എല്ലാ ടീച്ചേഴ്സും ഒന്ന് കുട്ടികളെ പുറത്തേക്ക് കൊണ്ടുപോകാൻ, ടീച്ചറുടെ ഒരു ഭാഗത്തു നിന്നാണ് ഞാൻ പറയുന്നത്, ക്ലാസ്സിന്റെ അകത്തു നിന്ന് തന്നെ മുഷിപ്പിച്ച് പഠിപ്പിക്കാതെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോയി മറ്റ് ആക്ടിവിറ്റീസും കൂടെ ഇതിന്റെ കൂടെ ആഡ് ചെയ്താൽ കുട്ടികൾക്ക് കുറേ റിലാക്സ് ആവും. അതിന് PT മാഷ് വേണമെന്നൊന്നുമില്ല. ഒരു ലെഫ്റ്റ് റൈറ്റ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് നടത്തിക്കാൻ, അസംബ്ലിയിൽ നിൽക്കണ പോലെ ഒന്ന് അറ്റൻഷനോടെ നിർത്തിക്കാൻ, അത്യാവശ്യത്തിന് ഒന്ന് ഓടിക്കാൻ ഒക്കെ PT മാഷ് തന്നെ വേണമെന്നൊന്നുമില്ല. അത് ഏത് സബ്ജക്റ്റ് പഠിപ്പിക്കുന്ന ആൾക്കും പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ചില മാറ്റങ്ങളൊക്കെ നമ്മൾ സ്കൂളുകളിൽ കൊണ്ടുവന്നാൽ ഈ പറയുന്ന ഫിസിക്കൽ ഹെൽത്തും കൂടെ കുട്ടികൾക്ക് നേരെയാക്കി എടുക്കാൻ പറ്റുമെന്നുള്ളതാണ് ഒരു അധ്യാപിക എന്ന നിലക്ക് ഞാൻ റീഡ് ചെയ്ത ഒരു കാര്യം. ഓക്കെ. ഓക്കെ, താങ്ക് യു മാം. ആരോ എന്തോ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, നോക്കട്ടെ. ഹാൻഡ് റൈസ് ചെയ്ത് ആള് പറഞ്ഞോളൂ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ. ഹലോ ജസ്റ്റിൻ മാം. കുട്ടി ഭയങ്കരമായിട്ട് കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരു പീരീഡാണ് PT പീരീഡ്. ഈ PT പീരീഡ് എന്തായാലും കുട്ടികൾക്ക് ഇപ്പൊ PT ടീച്ചർ ഇല്ലാന്നുണ്ടെങ്കിലും മറ്റേ മാമ ജസ്റ്റിൻ പറഞ്ഞ പോലെ നമുക്ക് വേറെ ഒരു ടീച്ചർ വന്ന് അവർക്ക് അവരെ സബ്ജക്ട് എടുക്കുന്നതിന് പകരം എല്ലാവർക്കും പോർഷൻ കംപ്ലീറ്റ് ആക്കുക എന്നുള്ള ഒരു എയിം വെച്ചിട്ടാണ് മറ്റുള്ള ടീച്ചേഴ്സ് ടീച്ചർ ഉണ്ടെങ്കിൽ കൂടി അവരെ പീരീഡ് വാങ്ങിച്ചിട്ട് അവരെ പോർഷൻസ് കംപ്ലീറ്റ് ആക്കുന്നത്. അപ്പൊ കുട്ടികൾക്ക് എന്താ, ആ പോർഷൻസ് കംപ്ലീറ്റ് ആക്കുന്ന കുട്ടികളെ ബോഡിയെ ക്ലാസ്സിൽ ഉണ്ടാവുള്ളൂ, മൈൻഡ് അവിടെ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ PT പീരീഡ് എന്തായാലും കുട്ടികൾക്ക് കമ്പൽസറി ആയിട്ട് കൊടുക്കുക. ഇനിയിപ്പോ PT ടീച്ചർ ആബ്സെന്റ് ആവുകയാണെങ്കിൽ വേറെ ടീച്ചേഴ്സ് വന്നിട്ട് ഒന്നില്ലെങ്കിൽ നാച്ചുറൽ സ്റ്റഡി എന്ന് കുട്ടികളൊന്ന് പുറത്ത് കൊണ്ടുപോവുക, വല്ല മാസ് ഡ്രില്ല്, എക്സസൈസ്, ഒരുപാട് ആക്ടിവിറ്റീസ്. അതിനൊരു PT ടീച്ചർ തന്നെ വേണം എന്നില്ല. അതാണ് ഒരു ടീച്ചറായ എൻ്റെ ഒരു സജഷൻ ഉള്ളത്. ഓക്കെ, അതാണ്. അപ്പൊ ടീച്ചേഴ്സിനാകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും അല്ലേ? പക്ഷെ ഇവർക്കൊന്നും നടപ്പിലാക്കാൻ പറ്റാത്തതും ഇവർക്ക് നടപ്പിലാക്കണം എന്നിവർ ചിന്തിക്കുന്നതുമായ കുറെ കാര്യങ്ങളുണ്ട്. ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്ത് നമ്മുടെ മനസ്സിലുള്ള ഒന്ന് തുറന്ന് പറയുമ്പോഴേക്കും നമുക്കൊരു സമാധാനം കിട്ടുമല്ലോ അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആണ്. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഏകദേശം ഉള്ള സ്കൂളുകളിലും ഒക്കെയാണ് ചിന്തിക്കുക, പഠിക്കുക അല്ലെ, പ്രശ്നങ്ങൾ പരിഹരിക്കുക, ചുറ്റുപാടിനെ മനസ്സിലാക്കുക തുടങ്ങിയ കഴിവുകൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു നടക്കുന്നുണ്ട്. എങ്കിലും കൂടുതലായിട്ട് സത്യത്തിൽ അവിടെ തിങ്ക് ചെയ്യാന്ന് പറയുമ്പോൾ ചിന്തിച്ച് ഒരു കാര്യം, ഒരു റീസൺ, കാരണങ്ങൾ കണ്ടുപിടിച്ച് അതിലേക്ക് എത്തണമെങ്കിൽ, ഒരു പ്രോബ്ലം സോൾവിങ്ങിലേക്ക് എത്തണമെങ്കിൽ അല്ലെ, വലിയ ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ എത്തണമെങ്കിൽ ഈ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു കരിക്കുലം ആയിരിക്കണം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് അല്ലെ? അതിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടോ?
വെറും പഠനം മാത്രം ആണ് എന്നുള്ള ഒരു സിസ്റ്റത്തിൽ നിന്ന് മാറി കുട്ടികൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു മെന്റലി ഒരു സപ്പോർട്ട് കിട്ടുന്ന രീതിയിൽ ഒരു ക്ലാസ് ആണ് വരുന്നതെങ്കിൽ അതല്ലേ കുറച്ചുകൂടി ബെറ്റർ? യെസ് മാം, അത് തന്നെയാണ് ബെറ്റർ. കാരണം കുട്ടികൾക്ക് പഠിത്തം മാത്രമല്ലല്ലോ, ഒരു നല്ല കുട്ടിനെ ഒരു നല്ല ഒരാളാക്കി ഒരാളെ വളർത്തിയെടുക്കണം എന്നുണ്ടെങ്കിൽ പഠിത്തം കൊണ്ട് മാത്രം ഒരാള് എല്ലാ കാര്യങ്ങളും നമ്മൾ വിചാരിക്കുന്ന ഒരു രീതിയിലേക്ക് കുട്ടിക്കില്ല. പഠനം ആവശ്യമാണ് എങ്കിൽ പോലും അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളും വേണം. അപ്പോ ഈ പറഞ്ഞതുപോലെ മാം പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. പഠിത്തം മാത്രം പോരാ സ്കൂളില്. അതെ. ഇവിടെ തന്നെ ഇപ്പൊ ഒരുപാട് ആൾക്കാരുണ്ട് വെൽ എഡ്യൂക്കേറ്റഡ് ആയിരിക്കും, പക്ഷെ വാ തുറന്ന് സംസാരിക്കാൻ ഒരു സദസ്സിൽ സംസാരിച്ചാൽ പറഞ്ഞത് തെറ്റിപ്പോകാലോ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കാതിരിക്കുന്നവരുണ്ടാവും. അപ്പൊ ഈ ഒരു ഓപ്പൺ ഡിസ്കഷൻ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങളിലൂടെ നമുക്കും നമ്മളിലൂടെ നിങ്ങൾക്കും പഠിക്കാൻ ഒരു അവസരം, പരസ്പരം മനസ്സിലാക്കാൻ ഒരു അവസരം, അല്ലെ? നമുക്ക് വാ തുറന്ന് സംസാരിക്കാൻ ഒരു അവസരം. ഇത് ചെറിയൊരു കമ്മ്യൂണിറ്റി, ചെറിയൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പൊ നമുക്ക് നന്നായിട്ട് സംസാരിക്കാം. പിന്നെ നെക്സ്റ്റ് വരുന്നത് സോഷ്യൽ ഡെവലപ്മെന്റ് ആണ്. അപ്പൊ ഈ സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ പല കുട്ടികൾക്കും ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. എക്സ്ക്യൂസ് മീ മാം, ഇപ്പം പറഞ്ഞല്ലോ, ഇപ്പൊ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ആക്ച്വലി ഇൻക്ലൂസീവ് ലേണിംഗ് ആക്കുമ്പോഴാണ് കുറച്ചുകൂടെ ബെറ്റർ ആവാന്ന് എനിക്ക് തോന്നുന്നു. ലൈക്ക് നമ്മളെപ്പോഴും പഠിക്കുമ്പോൾ ആ ഒരു അക്കാഡമിക്സ് മാത്രമല്ലല്ലോ, ഇൻക്ലൂസീവ് ലേണിംഗ് ഇപ്പം യൂറോപ്യൻ സ്റ്റൈൽ ആൻഡ് ചൈനീസ് എല്ലാം ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ആക്ച്വലി നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഓൾസോ ചേഞ്ച് ആവണം, മീൻസ് ഇൻക്ലൂസീവ് മെത്തേഡ് ഫോളോ ചെയ്യണം എന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. ആൻഡ് ഓൾസോ പി ടി പീരിയഡ്സിൽ ഓൾസോ നമുക്ക് ഇൻക്ലൂസീവ് മെത്തേഡ്സ് ഇംപ്ലിമെന്റ് ചെയ്യാം. ലൈക്ക് അവര് എപ്പോഴും കളിക്കുന്ന കളിയിൽ നിന്നും കുറച്ച് വേറെ ഗെയിംസ് എല്ലാം ഇംപ്ലിമെന്റ് ചെയ്ത് അവർക്കൂടെ യൂസ്ഫുൾ ആവുന്ന, ചില കുട്ടികൾക്ക് കളിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവും, മേ ബി ചിലർക്ക് അതിനോട് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ അവരോട് അതിൽ ഇൻക്ലൂഡ് ആവുന്ന ഇതിൽ ഇൻക്ലൂസീവ് PT ആൻഡ് ഇൻക്ലൂസീവ് ലേണിംഗ് സ്റ്റൈൽ വേണം എന്നാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതെ, താങ്ക് യു മാം. ലിഫ്ന മാം അല്ലേ? ഓക്കെ, ലിഫ്ന മാം സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആണല്ലേ? അതെ മാം. ഈ ഇത്രയും കാര്യങ്ങളിൽ എന്നെക്കാൾ കൂടുതൽ ഒരുപാട് അറിവും അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ഇപ്പൊ സംസാരിച്ചത്. അത് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ എന്ന് പറയുമ്പോൾ അറിയാലോ, അത്യാവശ്യം നല്ല ക്ഷമ വേണം. ഇപ്പൊ ഈ പറയുന്ന ഡൊമൈൻസിൽ നമ്മൾ അപ്ലൈ ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് ക്ഷമ വേണം. അപ്പൊ അതൊക്കെ പഠിച്ച് മനസ്സിലാക്കി ചെയ്തും പ്രാക്ടീസ് ഉള്ള ഒരാളാണ് ഇപ്പൊ സംസാരിച്ചത്. അപ്പൊ ഇതാണ് നിങ്ങൾ ഈ ഒരു അവസരത്തെ ഉപയോഗപ്പെടുത്തുക, മാക്സിമം സംസാരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഞാൻ കുറെ പഠിച്ചുകൊണ്ടോന്ന് ഇവിടെ പറയുന്നത് പോലെ അല്ല ഇത് അപ്ലൈ ചെയ്ത് വിജയിച്ചവർ പറയുന്നത്, അല്ലെ? എനിക്ക് ക്ലാസ് എടുത്തും പഠിപ്പിച്ച് എംപവർ ചെയ്യിപ്പിച്ചും ഉള്ള ഒരു പരിചയ സമ്പത്തിന്മേലാണ് ഞാൻ സംസാരിക്കുന്നത്. അതേസമയം അതേ മേഖലയിൽ ഇംപ്ലിമെന്റ് ചെയ്ത് സംസാരിക്കുന്ന ഒരാൾ പറയുന്നതിന് ഒരുപാട് സ്വീകാര്യത ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക. നമുക്ക് പരസ്പരം സംസാരിച്ച് പോകുമ്പോഴാണ് കൂടുതൽ നോളജ് കിട്ടുന്നത്, അല്ലെ? അപ്പൊ ഈ സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് തന്നെ ഇതാണ്. ഇപ്പൊ പരസ്പരം സംസാരിക്കാൻ പറയുന്ന സമയത്ത് ഒന്ന് വാതുറന്ന് സംസാരിക്കണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ സോഷ്യൽ കോഷ്യന്റ് കൂടി നമുക്ക് വേണം, അല്ലെ? ഇമോഷണൽ കോഷ്യന്റ് വേണം. IQ ആയിരുന്നു പണ്ട് കാലത്ത് ഏറ്റവും കൂടുതൽ ടോപ്പിൽ നിന്നെങ്കിൽ ഇപ്പൊ ഈ പറയുന്ന എല്ലാം സോഷ്യൽ കോഷ്യന്റ്, അതുപോലെ ഇമോഷണൽ കോഷ്യന്റ്, അതുപോലെ IQ, ഇതെല്ലാം കൂടെ ഡെവലപ്പ് ചെയ്ത് വരുമ്പോഴാണ് എല്ലാം കൂടി ഒരാളിൽ സന്നിവേശിപ്പിച്ച് വരുമ്പോഴാണ് അയാൾ വിജയിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പൊ ഈ സോഷ്യൽ ഡെവലപ്മെന്റിൽ തന്നെ കോപ്പറേഷൻ വരുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ റെസ്പെക്ട് അതേഴ്സ്. ഇപ്പൊ നമ്മുടെ കുട്ടികള് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഒരു കുട്ടിയെ ഒരു ടീച്ചർ അടിച്ചാല് ആ പാരന്റ് പോയി ആ ടീച്ചർ വഴക്ക് പറയണം. അപ്പൊ ആ കുട്ടി തന്നെ പറയുന്നുണ്ട് എന്നെ അടിക്കരുതെന്നാണ് വീട്ടിൽ നിന്ന് പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഈ ടീച്ചേഴ്സിന് കുട്ടി വിരട്ടുന്ന ഒരു സംഭവം വരെ എനിക്കറിയാം. അത് പേഴ്സണലി എനിക്ക് അനുഭവമുള്ള ഒരു കേസാണ്. ഒരു ടീച്ചർ എന്നോട് പറഞ്ഞതും അതുപോലെ ആ ക്ലാസ്സിൽ എന്റെ മോൻ എന്നോട് വന്ന് പറഞ്ഞ കാര്യം. നമ്മൾ അത് ഒരിക്കലും അങ്ങനെ പറയരുത്. അവരടിക്കുന്നെങ്കിൽ എന്തിനടിക്കുന്നു എന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കണം. വെറുതെയാണ് അടിക്കുന്നതെങ്കിൽ ഓക്കെ, നമുക്ക് ടീച്ചറോട് പോയി പറയാം വെറുതെ അടിക്കരുത്. പക്ഷെ കാര്യം ഉണ്ടെങ്കിൽ അത് ഇന്ന കാര്യത്തിനാണ് ഒരു തല്ല് കിട്ടിയത്, അപ്പൊ ആ കാര്യം പിന്നെ ചെയ്യരുത്. പിന്നെ ആ ടീച്ചറിനെ ആ ഒരു കാര്യത്തിന് അടി മേടിക്കാനായിട്ട് നോക്കരുത് എന്ന് പറഞ്ഞു കൊടുത്തു. പക്ഷെ ഒരിക്കലും ടീച്ചർമാർ പറയാനേ പാടില്ല, അങ്ങനെ ഒന്നും പറയാനേ പാടില്ല. അവരെ ബഹുമാനിക്കണം. അതുപോലെ നമ്മൾ എവിടെയെങ്കിലും വെച്ച് ടീച്ചേഴ്സിനെ കാണുമ്പോൾ തന്നെ പോയി വിഷയമായി കുട്ടികളെ പറഞ്ഞേക്കും നമ്മൾ. കാരണം ആ ഒരു റെസ്പെക്ട് അത് നമ്മൾ കാണിച്ചു കൊടുക്കണം. നമ്മളെ ടീച്ചേഴ്സിനെ നമ്മൾ റെസ്പെക്ട് ചെയ്ത് അവരുടെ ടീച്ചേഴ്സിനെ നമ്മൾ റെസ്പെക്ട് ചെയ്ത് കാണിച്ചു കൊടുക്കണം.
പക്ഷെ പല പാരന്റ്സും ഫോണിലൂടെയൊക്കെ മറ്റു പാരന്റ്സുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് എന്നോട് തന്നെ സംസാരിച്ച സമയത്ത് പല വാക്കുകൾ അവർ യൂസ് ചെയ്യുന്നത് അത് ആ കുട്ടിയും കേട്ടോണ്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും പറയരുത് കുട്ടിയുടെ മുന്നിൽ വെച്ച് അവരെ നമുക്ക് തിരുത്തും. പക്ഷെ നമുക്ക് തിരുത്താൻ പറ്റൂല. തിരുത്തുമ്പോഴത്തേക്ക് അവർ പറയും ടീച്ചേഴ്സിന്റെ സാറന്മാരെ പക്ഷം പിടിച്ച് സംസാരിക്കുന്നു എന്ന് പറയും. അപ്പൊ അതാണ് ഇവിടെ എല്ലാ രീതിയിലും ഈ പറയുന്ന ഈ സോഷ്യൽ കോഷ്യന്റ് ഈ സോഷ്യൽ ഡെവലപ്മെന്റ് ഒന്നും ഈ പാരന്റിന് കിട്ടാതെ പോയതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ കാണിക്കുന്നത് അല്ലേ? അപ്പൊ അതാ കുഞ്ഞുനാള് മുതലേ കൊടുത്തു കൊടുത്തു പോവേണ്ടതാണ്. അപ്പൊ അത് നമ്മള് സ്കൂളിൽ കിട്ടും എന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കരുത്. നമ്മുടെ പാരന്റ്സിന്റെയും കൂടി ഒരു ഉത്തരവാദിത്വം അവിടെ വരുന്നുണ്ട് ഇല്ലേ? പിന്നെ ലീഡർഷിപ്പ് സ്കില്ല്, അതുപോലെ എമ്പതി, ഇതെല്ലാം ഈ സോഷ്യൽ കോഷ്യന്റിൽ വരുന്ന സോഷ്യൽ ഡെവലപ്മെന്റിൽ വരുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ടോ എന്തെങ്കിലും പറഞ്ഞു തരാനുണ്ടോ? എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഈ ഒരു സോഷ്യൽ കണക്ഷൻ, ഈ സോഷ്യൽ ഡെവലപ്മെന്റ് കൂട്ടാൻ എന്തെങ്കിലുമൊക്കെ ടിപ്സ് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ആർക്കും മറുപടിയില്ല? അറിയുന്നവരായിരിക്കും. ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം ആൾക്കാർക്കും ഇതൊക്കെ അറിയുന്നവരാണ്, പക്ഷെ ആരും മിണ്ടൂല. ജസ്മിന മാം ക്വസ്റ്റ്യൻ ഒന്ന് അതായത് ക്ലിയർ ഈ ആക്കോ? സോഷ്യലി ഈ ഒരു കുട്ടികൾക്ക് ഒരു ഡെവലപ്മെന്റ് ഉണ്ടാക്കാൻ, സോഷ്യൽ ഡെവലപ്മെന്റ് ഉണ്ടാക്കാൻ ഇപ്പൊ നമ്മൾ മൂന്നെണ്ണം പറഞ്ഞു. അതിൽ മൂന്നാമത്തെയാണ് സോഷ്യൽ ഡെവലപ്മെന്റ്. ഈ സോഷ്യൽ ഡെവലപ്മെന്റ് കുറെ കൂടി ഹൈ ആക്കാൻ നമുക്ക് പാരന്റ്സിനും ടീച്ചേഴ്സിനും ഒരു എന്തൊക്കെ പദ്ധതികൾ നടപ്പിലാക്കാം? സംസാരിക്കുന്നതാണോ അറിയാതെ മൈക്ക് ഓണായതാണോ? നമുക്കൊരു റഫീദ മജീദ് പറഞ്ഞോളൂ. ക്വസ്റ്റ്യൻ മനസ്സിലായില്ല. ക്ലിയർ അല്ല. ക്വസ്റ്റ്യൻ ഞാൻ ഞാൻ ലാസ്റ്റ് ചോദിച്ചത് ആണ് ജോയിൻ ചെയ്തത്. അതാണ്. അപ്പൊ പിന്നെ കുറെ കേൾക്കേണ്ടി വരും. നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറെ ഡൊമൈൻസ്, അതായത് ഇപ്പം അവരുടെ സോഷ്യൽ ഡെവലപ്മെന്റ് ആ ഒരു ഇത് കൂട്ടാൻ കുട്ടികൾക്ക് മറ്റുള്ളവരുമായിട്ട് ഇപ്പൊ റെസ്പെക്ട് അതേഴ്സ്, അതുപോലെ കോപ്പറേഷൻ, ലീഡർഷിപ്പ് ക്വാളിറ്റി, ഈ സാധനങ്ങളൊക്കെ എമ്പതി, ഇതെല്ലാം അവരിൽ അപ്ലൈ ചെയ്യാൻ നമുക്ക് പാരന്റ്സിനും ടീച്ചേഴ്സിനും ഒരുമിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. നിങ്ങളുടെ വ്യൂ പോയിന്റിൽ നിന്ന് എന്തൊക്കെയാണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്നാണ് ചോദിക്കുന്നത്. മാം, അതിന് നമുക്ക് ആക്ച്വലി കുട്ടികൾക്ക് മീൻസ് ഫയർ വർക്ക് ആയിട്ട് കുട്ടികളെ നമുക്ക് ചെയ്യിക്കാം. പിന്നെ അവർക്കൊരു ഗ്രൂപ്പായിട്ട് മീൻസ് പ്രൊജക്ട് കൊടുക്കാം, ആൻഡ് ടീം വർക്ക് ഓൾസോ. അങ്ങനെ എല്ലാം കൊടുക്കുമ്പം അവർക്ക് ആ ഒരു സോഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ആവും. ആൻഡ് നോട്ട് ഓൺലി ദാറ്റ്, നമ്മുടെ മെയിൻ റോൾ എന്ന് പറയുന്നത് നമ്മുടെ പേരൻസ് ആക്ച്വലി സോഷ്യലി ഡെവലപ്ഡ് ആകുമ്പോഴേ നമ്മുടെ കുട്ടികൾ ഓൾസോ അങ്ങനെ ആവും. യെസ്, അതാണ് ഈ കോപ്പറേഷൻ, സഹകരണം. അത് നമ്മൾ പാരന്റും ടീച്ചേഴ്സും ഒരുമിച്ച് സഹകരണ മനോഭാവത്തോടു കൂടി ചെയ്ത് കാണിച്ചു കൊടുക്കുക. ഓരോ കാര്യങ്ങൾ കുട്ടികളെ നമുക്ക് ഇതിലേക്ക് അവരെ കൂടി കൊണ്ടുവരാം. പിന്നെ റെസ്പെക്ട് ഫോർ അതേഴ്സ്, നമ്മള് മുതിർന്ന ആൾക്കാരെ നമുക്ക് റെസ്പെക്ട് ചെയ്യിക്കാം. അതുപോലെ നമ്മൾ തന്നെ റെസ്പെക്ട് ചെയ്ത് കാണിച്ചു കൊടുക്കുക. ടീച്ചേഴ്സും ആരെങ്കിലും ഒക്കെ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക അല്ലെ? പാരന്റ് ഇപ്പൊ ഫാദർ വരുമ്പോൾ ഒന്ന് മദർ എഴുന്നേറ്റ് നിന്ന് കാണിച്ചു കൊടുക്കുക. എന്നിട്ട് പറയാ പാരന്റ്സിനെ ബഹുമാനിക്കണം എന്ന് നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാം, അവരെ കൊണ്ട് ചെയ്യിക്കാം അല്ലെ? ഇപ്പൊ പാരന്റ്സിനെയൊക്കെ ഫ്രണ്ട്സിനെ പോലെയാണ് കാണുന്നത് എങ്കിൽ നമ്മൾ റെസ്പെക്ട് ചെയ്യണമെന്ന് നമുക്ക് ആ കുട്ടികളെ ഉണർത്താം. അതിൽ കുഴപ്പമില്ല. പിന്നെ വരുന്നതാണ് കൾച്ചർ ഡേ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം നമുക്ക് അപ്ലൈ ചെയ്യാം. അതായത് കുടുംബ പാരമ്പര്യത്തെ കുറിച്ച് സംസാരിക്കാം അല്ലെ? കുടുംബപരമായി ചെയ്തു വരുന്ന തൊഴിലിനെ കുറിച്ച് സംസാരിക്കാം. ജസ്റ്റ് ഒന്ന് മ്യൂട്ട് ചെയ്യണേ, ഇവിടെ ബാങ്ക് വിളിക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം ആ സമയത്തേക്ക്.
ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇവിടെ ബാങ്ക് കേട്ടത് കൊണ്ടാണ് ഞാൻ നിർത്തിയത്. അതൊക്കെ നമ്മുടെ കൾച്ചറിന്റെ ഭാഗമാണ് അല്ലെ. നമ്മുടെ നാനാ ജാതി മതസ്ഥരിൽ താമസിക്കുമ്പോൾ എന്തായാലും ലൈവിൽ വന്ന എല്ലാവരും ഞാനായിട്ട് സഹകരിച്ചതിൽ എനിക്ക് ഭയങ്കര സന്തോഷം. അത് നമ്മളെ വിംബിൾ അക്കാഡമിയുടെയും നമ്മുടെ ആ കമ്മ്യൂണിറ്റിയുടെയും നിങ്ങളുടെ ഓരോരുത്തരുടെയും വിജയമാണ് ഇതൊക്കെ. അപ്പൊ ഇവിടെ നമുക്ക് ഈ കുട്ടികളെ സോഷ്യലി കുറെ കൂടി നമുക്ക് സെറ്റപ്പ് ആക്കാൻ, ഡെവലപ്മെന്റ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. ഈ സഹകരണ മനോഭാവത്തോടു കൂടി അവരെ പ്രവർത്തിപ്പിക്കാം അല്ലെ. ഒരുമിച്ച് ക്ലീനപ്പ്, ഒരു ക്ലീനപ്പ് ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലാസ് ഒരുമിച്ച് ക്ലീൻ ചെയ്യാം. പിന്നെ പുറത്ത് പോച്ചയൊക്കെ പറിച്ച് ഒന്ന് റെഡിയാക്കുക, ഒരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്യുക, ഇതൊക്കെ ചെയ്യാം. പക്ഷെ ഇതൊക്കെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നമ്മൾ പാരന്റ്സിന്റെ ഒരു കൺസേൺ, അവരോട് നമ്മൾ ഒന്ന് ചോദിക്കണം, ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കും പങ്കാളികളാകാമോ എന്ന് നമുക്ക് ചോദിക്കാം. കാരണം അതല്ല എങ്കിൽ എന്റെ കുട്ടിയെ കൊണ്ട് ക്ലാസ് തൂപ്പിച്ചു, എന്റെ കുട്ടി കൊണ്ട് ക്ലാസ് അടിച്ചു വരിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അത് ഒരു പ്രശ്നമാണ്. കാരണം എവിടെയും കാണുമല്ലോ ഒരു പ്രശ്നക്കാര്, അത് എല്ലാ മേഖലയിലും ഉണ്ട്. അപ്പൊ ഇവിടെ ഉണ്ടാവും. അപ്പൊ അവിടെ നമ്മൾ ഈ കൺസേൺ ചോദിച്ചതിന് ശേഷം ഒരുമിച്ച് ചെയ്യുമ്പോഴാണ്, ഒരു കൂട്ടം ആൾക്കാർ ഒരുമിച്ച് ചെയ്യുമ്പോഴാണ് അത് ഒരുപാട് ഒരു നല്ലൊരു ഡെവലപ്മെന്റിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്നത്. എന്റെ വോയിസ് ബ്രേക്ക് ആയില്ലല്ലോ? ഇല്ല. ഓക്കെ. നെക്സ്റ്റ് ഈ കൾച്ചർ ഡേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ വീടുകളിലൊക്കെ ഈ എന്താണ് ഗെറ്റ് ടുഗദർ പോലെ നമ്മുടെ ഫാമിലി മീറ്റപ്പ് ഒക്കെ വെക്കുമല്ലേ. ആ സമയത്ത് നമ്മളെ കുടുംബത്തിനകത്ത് പണ്ട് കാരണവന്മാര് താമസിച്ചിരുന്ന സമയത്ത് അവരെ കുറിച്ചൊക്കെ ഇങ്ങനെ ഓർമ്മ പുതുക്കൽ, മരണപ്പെട്ടു പോയിട്ടുണ്ടാവാൻ ചിലപ്പോ, പക്ഷെ അവരുടെ ഓർമ്മ പുതുക്കലായിട്ട് അവര് പണ്ട് കാലത്ത് ചെയ്തത്, മക്കൾക്ക് വേണ്ടി ചെയ്തത്, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുമല്ലോ. അതൊക്കെ കേട്ടിരിക്കാൻ ഭയങ്കര രസമാണ്. കാരണം റിയൽ ലൈഫാണ് അവര് അനുഭവിച്ചതും അവര് മക്കളെ വളർത്തിയതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ മക്കളും ചെറുമക്കളൊക്കെ ഇങ്ങനെ ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയുമ്പോൾ കുഞ്ഞു മക്കൾക്ക് അതൊരു പുതിയ ഒരു ഇതായിരിക്കും. അപ്പൊ ഈ സംസ്കാരങ്ങളൊക്കെ നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കും. നമ്മൾ പറയുന്നത് എങ്ങനെയായിരിക്കും? ഞാനൊക്കെ പണ്ട് ഒരു ഡ്രസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മഴ പെയ്യുമ്പോ വെയില് വരുമ്പോഴത്തേക്ക് കഴുകി വെളിയിട്ടിട്ട് അകത്ത് കയറിയിരിക്കും എന്നൊക്കെ പണ്ടുള്ളവരൊക്കെ പറയും. അങ്ങനെയല്ല, നിങ്ങൾക്ക് ഇപ്പൊ ശരിക്കും ഡ്രസ്സ് ഉണ്ടല്ലോ എന്നൊക്കെ അങ്ങനെയല്ല പറയേണ്ടത്. അന്ന് നമ്മൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു, നമുക്ക് ഒരു ഡ്രസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഏതോ ഒരു പ്രാസംഗികം പറയുന്ന കേൾക്കാം അല്ലെ. ഒരു വള്ളി ഇങ്ങനെ ഇളകി പോകുമ്പോ കൈ കൊണ്ട് ഇങ്ങനെ കയറ്റി ഇടുന്നതും അയാൾ തമാശ പോലെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അത് കേട്ടിരിക്കാൻ രസത്തിൽ പറഞ്ഞു കൊടുക്കണം. അല്ലാതെ അന്ന് എനിക്കൊരു പെൻസിലാണ് ഉണ്ടായിരുന്നത്, അത് തീർന്നാ പിന്നെ എനിക്ക് എഴുതാൻ കിട്ടൂല, പിന്നെ ഞാൻ കരിക്കട്ട ഇട്ട് എഴുതിയിട്ടുണ്ട് എന്നൊക്കെ പോയി പറഞ്ഞാല് പിള്ളേര് പറയും അങ്ങനെ കിട്ടിയത് നിങ്ങൾ അതും അങ്ങനെയൊക്കെ പഠിച്ചിട്ടാ നിങ്ങൾ ഇങ്ങനെ ആയിപ്പോയെന്ന് പിള്ളേര് പറയും. ഇപ്പോഴത്തെ പിള്ളേർക്ക് നമുക്ക് അതൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കഥ കേൾക്കുന്ന പോലെ അവർക്ക് അത് പറഞ്ഞു കൊടുക്കുക. നമ്മൾ അന്ന് ജീവിച്ചിരുന്ന അന്നത്തെ ആ കാലവും ഇന്നത്തെ കാലവും താരതമ്യം ചെയ്ത് അവർക്ക് ആ സംസ്കാരങ്ങളെ പറ്റി നമുക്ക് പറഞ്ഞു കൊടുക്കാം. കുടുംബപരമായും കുടുംബ പാരമ്പര്യവും കുടുംബത്തിന്റെ സംസ്കാരവും ഒക്കെ നമുക്ക് ആ കുട്ടിയിലേക്ക് പറഞ്ഞു കൊടുക്കാം. ഇത് കൾച്ചർ ഡേ എന്ന് പറഞ്ഞിട്ട് അവർക്ക് അവരുടെ അപ്പനപ്പൂപ്പന്മാരും പഠിച്ചിരുന്ന കാലത്തുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരു ഡിസ്കഷൻ. അപ്പൊ അത് വീട്ടിൽ നിന്ന് നമ്മൾ പറഞ്ഞു പഠിപ്പിക്കണം. ഞാൻ ഇവിടെ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് എന്റെ അമ്മായി പഴയ കാര്യങ്ങളൊക്കെ പറയും. അപ്പൊ അവരുടെ അനുഭവമാണ് അത്, നമ്മൾ കണ്ടിട്ടില്ലല്ലോ, നമ്മൾ അതൊന്നും കണ്ടിട്ടില്ല. അപ്പൊ അത് അവർ പറയുന്ന കേൾക്കുമ്പോ സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു ഇതാണ്, ഒരു പഴയകാല ഒരു സിനിമയ്ക്കകത്ത് കൂടെ സഞ്ചരിച്ച പോലെ തോന്നാറുണ്ട് അതൊക്കെ. അപ്പം അതൊക്കെ നമുക്ക് കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കാം, പറഞ്ഞു കൊടുക്കാം. അപ്പൊ ഇത് അന്നത്തെ കാലത്തെ ജീവിത രീതികൾ അവർക്ക് അതൊക്കെ പുതുമയുള്ളതായിരിക്കും അല്ലെ. മൺകലത്തിൽ വേവിക്കുക, വിറകടുപ്പിൽ വേവിക്കുക, ആ സംസ്കാരങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുകയും അത് കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കാൻ ഒരു ശ്രമം നടത്തുകയൊക്കെ ചെയ്യാം. അങ്ങനെയുള്ള കുറെ സംഭവങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവരാം. പിന്നെ അതുപോലെ പല രാജ്യങ്ങളുടെ വിവിധ കൾച്ചറിനെ കുറിച്ചൊക്കെ സംസാരിക്കാനുള്ള ഒരു വേദി ഒരുക്കി കൊടുക്കുക. അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ കോംപ്ലിമെന്റ് സർക്കിൾ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഒരുമിച്ച് വട്ടത്തിന് നിർത്തിയിട്ട് അടുത്ത് നിൽക്കുന്നവന്റെ ക്വാളിറ്റികൾ പറയും. അപ്പൊ അയാൾ അപ്പുറത്ത് നിൽക്കുന്ന ആളിന്റെ ക്വാളിറ്റി പറയും. അങ്ങനെ അത് പറയുമ്പോൾ അവിടെ ഒരു കൂട്ടായ്മ ഉണ്ടാവുകയും മറ്റുള്ള കുട്ടികളെ ബഹുമാനിക്കാനും അവന്റെ നല്ലത് കാണാനും പഠിപ്പിക്കാം അല്ലെ. നമ്മൾ എപ്പോഴും മോശം കാണുന്നവര് ഓരോ ആൾക്കാരുടെ നന്മ കാണാനും നമുക്ക് ആ കുഞ്ഞുനാളിൽ തന്നെ പഠിപ്പിച്ചെടുക്കാൻ പറ്റും. അതിലൂടെ സോഷ്യൽ ഡെവലപ്മെന്റ് കൂട്ടാനും പറ്റും, അതുപോലെ നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാനും പറ്റും. പിന്നെ എമ്പതി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൈൻഡ്നസ് ജേണൽ അത് എഴുതിപ്പിക്കാം. കൈൻഡ്നസ് ജേണൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോ ഇന്ന് നിങ്ങൾ എത്ര പേർക്ക് എന്തൊക്കെ നന്മ ചെയ്തു അത് എഴുതിപ്പിക്കാം. എഴുതാറിഞ്ഞിടാത്ത കുട്ടികൾക്കാണെങ്കിൽ പറഞ്ഞിട്ട് നമ്മൾ ബോർഡിൽ എഴുതിയിടുന്നു, അവരവരുടെ ഡയറിയിൽ എഴുതുന്നു. അതായത് ഇപ്പോ പാരന്റ് ഫുഡ് നമുക്ക് ഉണ്ടാക്കി തന്നു, അപ്പൊ ആ പാരന്റിനോട് നിങ്ങൾ താങ്ക്സ് പറഞ്ഞോ,
അല്ലെ? അത് തന്ന നമുക്ക് അതൊക്കെ എത്തിച്ചു തരുന്ന ദൈവത്തോട് നന്ദി പറഞ്ഞു. ഇനി ദൈവവിശ്വാസി അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോ ഇപ്പൊ ഭയങ്കര സംഭവങ്ങളല്ലേ, ദൈവത്തിലൊന്നും വിശ്വാസം ഇല്ലാത്തവരൊക്കെയാണ് ഇപ്പൊ കൂടുതൽ ആൾക്കാർ. അവർക്കൊക്കെ ആ പ്രകൃതിയിലേക്ക് അവരുടെ ആ ഒരു അവര് ഏത് ശക്തിയിലാണോ വിശ്വസിക്കുന്നത് ആ ശക്തിയിലേക്ക് ഒരു നന്ദി പറഞ്ഞു എന്ന് ചോദിക്കാം. അല്ലെ, പ്രപഞ്ച ശക്തിയിലേക്ക് നന്ദി പറയുന്നവരുണ്ട്. അല്ലെ, ചിലര് ഭയങ്കര വിശ്വാസികളായിരിക്കും. അപ്പൊ അവർക്ക് പ്രത്യേക ഒരു ദൈവം ഉണ്ടായിരിക്കും. ആ ദൈവത്തിൽ നന്ദി പറഞ്ഞു എന്ന് ചോദിക്കാം. അല്ലെ, അവിടെ ഡിവൈൻ കണക്ഷനും ആ പാരന്റിനോടുള്ള റെസ്പെക്റ്റും അതുപോലെ നന്ദി പറച്ചിലും ഈ പറഞ്ഞ പോലെ എമ്പതി ക്രിയേറ്റ് ചെയ്യലും കൈൻഡ്നസ് ജേണൽ എഴുതിപ്പിക്കലും എല്ലാം കൂടി ഒരുമിച്ച് നടന്നു. അവിടെ ഈ സോഷ്യൽ കോഷ്യന്റ്, അതായത് സോഷ്യൽ ഡെവലപ്മെന്റ് നമുക്ക് ഭംഗിയായിട്ട് നടത്താൻ പറ്റും ചെറിയ രീതിയിൽ. പിന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റി, ലീഡർഷിപ്പ് ഒരാൾ തന്നെ എപ്പോഴും ലീഡർ ആവുന്നത് അതൊക്കെ നന്നായിട്ട് പഠിക്കാനൊക്കെ കഴിവുള്ള കുട്ടിയായിരിക്കും, അത്യാവശ്യം സംസാരിക്കാൻ കഴിവുള്ള കുട്ടിയായിരിക്കും. പക്ഷെ ഒരു ബെഞ്ചിൽ ഒരു ലീഡർ അത് ഡെയിലി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ പോകണം. ആ ഒരു രീതിയൊക്കെ നമുക്ക് അവലംബിക്കാം. പിന്നെ ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് ആ ഗ്രൂപ്പ് ഇപ്പൊ നമ്മളെ സ്കൂളിൽ തന്നെ ഏകദേശം കുട്ടികൾക്ക് ഈ ഇത് കൊടുക്കുന്നുണ്ടല്ലോ, നമ്മുടെ ഹൗസായിട്ട് തിരിച്ചിട്ട് ആ ഹൗസ് ഒരു ടീച്ചർ ഉണ്ടാവും, രണ്ട് മൂന്ന് ടീച്ചർ ഉണ്ടാവും, പിന്നെ കുറച്ച് കുട്ടികൾ, അവർ അടങ്ങുന്ന ഒരു ടീമാണ്. റെഡ് ഹൗസ്, സഫയർ ഹൗസ് എന്നൊക്കെ പറയും, കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അതിലൂടെ ഓരോ സംഭവങ്ങൾ കൊടുക്കാം. അതിൽ ലീഡർഷിപ്പ് ക്വാളിറ്റി ആ ഗ്രൂപ്പിനെ തന്നെ 2 3 ആക്കിയിട്ട് അതിൽ ഓരോ ദിവസം ഓരോ ലീഡർ, അപ്പൊ അവര് ഓരോ കാര്യങ്ങൾ ഇവരെല്ലാം ചെയ്തോ, എന്തൊക്കെ ചെയ്തു, ഇതെല്ലാം നോക്കി നടത്തുന്ന ഒരു ചെറിയ സിസ്റ്റം അവിടെ കൊണ്ടുവരാം. കൊച്ചു കുട്ടികളിലും അത് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ ചെറുതിലേ തന്നെ ഒരു നേതൃത്വ പാഠവും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ വരുന്നത് ഇമോഷണൽ ഡെവലപ്മെന്റ് ആണ്. ഇമോഷണൽ ഡെവലപ്മെന്റ് നമ്മളിപ്പോ ഈ പറഞ്ഞ എല്ലാ സംഭവങ്ങളും നമ്മൾ സെറ്റ് ആക്കിയാലും എന്തെങ്കിലുമൊക്കെ ഒരു മാനസിക പ്രയാസം ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് വന്ന് പറയാൻ, വാ തുറക്കാൻ ഒരു അവസരം നമുക്ക് കൊടുത്താൽ മാത്രമേ അവിടെ ഈ പറഞ്ഞ പോലുള്ള ഒരു മാനസിക സപ്പോർട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഇന്ന് തന്നെ ഞാനൊരു ന്യൂസ് കണ്ടു, അത് എന്നത്തെ ന്യൂസ് ഒന്നും ഞാൻ ശ്രദ്ധിച്ചില്ല, പക്ഷെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഇങ്ങനെ പറയുന്നുണ്ട്, കുട്ടികൾക്ക് നേരത്തെ ഉള്ളതാണെന്ന് തോന്നുന്നു, നമ്മുടെ ഇവിടുത്തെ ഗവൺമെന്റ് സ്കൂളിലൊക്കെ വെച്ചിട്ടുണ്ട് ഒരു പരാതി പെട്ടി വെച്ചിട്ടുണ്ട്, കുട്ടികൾക്ക് പരാതി പറയാനുള്ള ഒരു പരാതി പെട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് പക്ഷെ ന്യൂസ് എന്റെ കണ്ണിപ്പെട്ടത് ഇന്നാണ്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്, നമ്മുടെ കുട്ടികൾ ടീച്ചേഴ്സ് പഠിപ്പിച്ച് മാത്രം പോയാൽ പോരാ, പഠിപ്പിക്കൽ മാത്രമല്ല അവരുടെ ഉത്തരവാദിത്വം, കുട്ടികളെ കേൾക്കാൻ, അവരുടെ പ്രശ്നം കേൾക്കാനും കൂടി നിൽക്കണം എന്ന്. സത്യത്തിൽ ആ മന്ത്രിയുടെ വായിൽ നിന്ന് അത്രയും ഒരു സംസാരം വന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലൊക്കെ നമ്മുടെ ഗവൺമെന്റ് കാര്യങ്ങൾ തീരുമാനം എടുക്കുന്ന ഒരു ലെവലിലേക്കൊക്കെ വന്നിട്ടുണ്ട്, അല്ലെ? അപ്പൊ അതൊക്കെ അപ്ലൈ ചെയ്ത് വരട്ടെ എന്ന് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. കാരണം ഇതെല്ലാം കൂടി റെഡി ആയാലും ഒരു കുട്ടിയെ നമുക്ക് നേരെ നല്ലൊരു രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഈ ഇമോഷണൽ ഡെവലപ്മെന്റിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പൊ തന്നെ സ്കൂളിൽ പല ഹൈലി എഡ്യൂക്കേഷൻ ഉള്ള ടീച്ചേഴ്സിനായിരിക്കും എടുക്കുന്നത്. പക്ഷെ അവിടെ ഈ കുട്ടി എങ്ങനെ ട്രെയിൻ ചെയ്ത് കൊണ്ടുപോകണമെന്നും ഇവനെ എങ്ങനെ മാനസികമായി സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവരണമെന്നത് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. അവിടെയാണ് ഈ പറയുന്ന പോലുള്ള കുറെ അധികം പ്രൈവറ്റ് സെക്ടറുകൾ ഒരുപാട് ആൾക്കാർ ഇപ്പൊ ഇതിനു വേണ്ടിയിട്ട് ടീമായിട്ട് തിരിഞ്ഞിട്ട് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. ടീച്ചേഴ്സിന് ക്ലാസ് കൊടുക്കുന്നുണ്ട്, പാരന്റ്സിന് ക്ലാസ് കൊടുക്കുന്നുണ്ട്, കുട്ടികൾക്ക് പ്രത്യേകം ക്ലാസ്സുകൾ, ക്യാമ്പയിനുകൾ, ക്യാമ്പുകൾ ഒക്കെ സംഘടിപ്പിക്കുന്നുണ്ട്, അല്ലെ? അതൊക്കെ സ്കൂളിന്റെ ഭാഗത്തു നിന്നല്ല, പുറത്തു നിന്നുള്ള സംഘടനകൾ ഇതിലേക്ക് വന്ന് ചേരുകയാണ് ചെയ്യുന്നത്. ക്ലാസ്സുകൾ കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള സപ്പോർട്ടുകൾ കൊടുക്കുക, അതൊക്കെ. അപ്പോ ഈ പരാതിപ്പെട്ടി, അല്ലെ, അത് വെക്കണം, അല്ലെങ്കിൽ ടീച്ചർ ആ കുട്ടിയെ കേൾക്കണം എന്നാണ് പറയുന്നത്. ആ കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഈ ടീച്ചേഴ്സ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ ടീച്ചേഴ്സിന് മാത്രമല്ല അതിൽ ഉത്തരവാദിത്വം, നമ്മുടെ പാരന്റ്സിനും ഉണ്ട്. അപ്പൊ പാരന്റ്സും ടീച്ചേഴ്സും ഒരുമിച്ച് നിന്നുകൊണ്ട് പോകുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിലൊരു ഈ പറഞ്ഞ പോലെ ഈ ഇമോഷണൽ ഡെവലപ്മെന്റിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റും. ഇപ്പൊ കുട്ടിക്ക് മാർക്ക് കുറഞ്ഞു, കുട്ടി അത്യാവശ്യം പഠിക്കും, പക്ഷെ എന്തോ കാരണം കൊണ്ട് കുട്ടിക്ക് മാർക്ക് കുറഞ്ഞു പോയി. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ പറഞ്ഞ പോലെ കുട്ടിയെ അപ്പൊ ഇവിടെ ഇമോഷണൽ ഡെവലപ്മെന്റിലേക്ക് നമ്മൾ പോകുമ്പോൾ ഈ കുട്ടിയുടെ എഫേർട്ട്, മാർക്ക് കുറഞ്ഞു വരുമ്പോൾ സത്യത്തിൽ ഇവൻ നന്നായിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ട്, പക്ഷെ ഈ എഫേർട്ടിനുള്ള സാധനം ഇവന്റെ പേപ്പറിൽ കാണുന്നില്ല. അപ്പൊ ഇവിടെ ചെയ്യാനുള്ളത് ആ കുട്ടിയുടെ എഫേർട്ടിനാണ് നമ്മൾ എന്ത് ചെയ്യാനുള്ളത്, അപ്രീസിയേഷൻ കൊടുക്കാനുള്ളത്, അല്ലാതെ അവന്റെ A+നെയോ B+നെയോ അല്ല. മാർക്ക് കുറഞ്ഞെങ്കിൽ എന്തുകൊണ്ടാ മോനെ മാർക്ക് കുറഞ്ഞു, എവിടെയൊക്കെയാ പ്രശ്നം വന്ന് നമുക്ക് നോക്കാലോ എന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ വിളിച്ചിരുത്തി നോക്കി അവന്റെ തെറ്റുകൾ അവന് മനസ്സിലാക്കി കൊടുക്കുകയും നമുക്ക് പിന്നെ അടുത്ത പ്രാവശ്യം നമുക്ക് ശ്രമിക്കാം എന്ന് പറഞ്ഞ് ആ കുട്ടിയെ ഒന്ന് സമാധാനിപ്പിക്കുകയും ചെയ്യാം.
ആ ഇമോഷണൽ കൺട്രോൾ ചെയ്യാനുള്ള ആ ഒരു സപ്പോർട്ട് സത്യത്തിൽ ടീച്ചേഴ്സിന്റെ ഭാഗത്തു നിന്ന് മാത്രമല്ല നമ്മുടെ പാരന്റിന്റെ ഭാഗത്തു നിന്നും കൂടി വേണം. അപ്പൊ ഇവിടെ എങ്ങനെ ചെയ്യാൻ പറ്റും? പാരന്റ്സിനെ കൂടി എംപവർ ചെയ്യിപ്പിക്കേണ്ടത് നമ്മൾ സ്കൂൾ അധികൃതരുടെ ഉത്തരവാദിത്വത്തിൽ പെട്ട ഒരു കാര്യമാക്കി ഏറ്റെടുത്ത് അവരെ കൂടി കൊണ്ടുവരിക. കാരണം പല പാരന്റ്സും പല രീതിയിൽ വളർന്നു വന്നവരാണ്, പല തരത്തിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലൂടെ വളർന്നു വന്നവരാണ്, അല്ലെ? പല സാഹചര്യങ്ങളിലൂടെ പല കൾച്ചറിലൂടെ വന്നവരാണ്. അപ്പൊ എല്ലാവരെയും കൂടെ കോർഡിനേറ്റ് ചെയ്ത് അവരെ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുത്താൽ ഈ കുട്ടികളെ എങ്ങനെ പാരന്റിങ് ചെയ്യണം എന്നുള്ള, എങ്ങനെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പാരന്റിങ് ചെയ്ത് ഇവരുടെ ഇമോഷണൽ ഡെവലപ്മെന്റിൽ നമുക്ക് എങ്ങനെ പങ്കാളികളാകാമെന്ന് ഈ പാരന്റിനും കൂടെ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്, അല്ലെ? അതിനും കൂടി നമ്മൾ സ്കൂളും അതുപോലെ സ്കൂളിന്റെ മാനേജ്മെന്റ് സിസ്റ്റവും ഒക്കെ മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട്. പിന്നെ ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡെവലപ്മെന്റ് ആണ്. ലാംഗ്വേജിൽ വരുമ്പോൾ നമ്മുടെ മദർ ടങ്, അല്ലെ, ഈ ഇമോഷണൽ ഡെവലപ്മെന്റ് കൈകാര്യം ചെയ്യുന്ന കുറെ ആൾക്കാർ ഇതിനകത്തുണ്ട്. അപ്പൊ നിങ്ങളുടേതായ ഒരു പോയിന്റും കൂടി പറയാം, എന്തൊക്കെ ചെയ്യാൻ പറ്റും? പോയിന്റ് ഔട്ട് ചെയ്ത് പറയാൻ പറ്റിയാൽ അത് നമുക്കൊക്കെ അതൊരു സഹായമാവും. ഒരു ഈ പറഞ്ഞ പോലെ വൺ സൈഡ് ടോക്ക് ആവാതെ നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് കോപ്പറേറ്റ് ചെയ്ത് പോകുമ്പോ, ഒന്ന് സഹകരിച്ചു പോയാല്, അല്ലെ, അതല്ലേ കുറച്ചുകൂടി ബെറ്റർ? പറയൂ, നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ പറയൂ. ആരെങ്കിലും പറയട്ടെ എന്ന് പറഞ്ഞിരിക്കുകയാണോ? കിട്ടുന്ന അവസരം ഹലോ മാക്സിമം മാം. ആ ഇമോഷണലി ഉള്ള സപ്പോർട്ട് പല സ്കൂളുകളിലും ഒരു ഉണ്ട്. അതായത് കൗൺസിലേഴ്സിനെ വെച്ചിട്ടുണ്ട്, എല്ലാ സ്കൂളുകളിലും ഉണ്ട്. അധിക സ്കൂളുകളിലും കൗൺസിലേഴ്സ് ഗവൺമെന്റ് അടിസ്ഥാനത്തിൽ നിയമിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് ഫലപ്രദമാണോ എന്ന് ചോദിച്ചാൽ ഫലപ്രദമല്ല. കാരണം ഒരുപാട് കുട്ടികളെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇപ്പോഴത്തെ കുട്ടികൾക്ക്, അത് കേൾക്കാൻ ഒരാൾ മതിയാവില്ല. അപ്പോ എന്ത് ചെയ്യാൻ, ഇതെല്ലാം പിന്നെ ടീച്ചേഴ്സും കൂടി അലേർട്ടായിട്ടിരിക്കുക. ടീച്ചേഴ്സും കൂടി അക്കാദമിക് അല്ലാതെ ഇമോഷണലി സപ്പോർട്ടും കൂടെ കുട്ടികൾക്ക് കൊടുക്കുക. നമ്മളൊക്കെ ശരിക്കും BEdനൊക്കെ പഠിക്കുമ്പോൾ സൈക്കോളജി ഒരു പേപ്പറൊക്കെ ഉണ്ടെങ്കിലും അത് എത്രത്തോളം നമ്മൾ പഠിക്കുന്നുണ്ട്, എത്ര ഡെപ്തിൽ പഠിക്കുന്നുണ്ട് എന്നുള്ളത് ആ ഫീൽഡിലുള്ളവർക്ക് അറിയാം. ഓക്കെ, അതിൻ്റെ അടുത്ത് അപ്പുറത്തേക്ക് നമ്മൾ കുട്ടികളുടെ കൂടെ ഇമോഷണലി അറ്റാച്ച്മെന്റ് ആവണം ഒരു ടീച്ചറും ഒരു കുട്ടിയും തമ്മിൽ. അത് അക്കാദമിക് അല്ലാതെ തരത്തിൽ. ഓക്കെ, അത് വരുമ്പോൾ മാത്രമേ കുട്ടിക്ക് ആ ഹാർട്ട് ടച്ചിങ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിലേക്ക് വരുള്ളൂ. അപ്പോൾ അതിന് എല്ലാ ടീച്ചേഴ്സും ചെയ്യണമെങ്കിൽ അതിൻ്റെത് വീട്ടിൽ നിന്ന് രക്ഷിതാക്കൾ സ്റ്റാർട്ട് ചെയ്യണം. രക്ഷിതാക്കൾ ആ ഫീല് കൊടുക്കുമ്പോൾ മാത്രമേ അങ്ങനെ ഒരു ഫീലുള്ള ടീച്ചർ ഉണ്ടെങ്കിൽ ആ ടീച്ചറെയും കൂടി കുട്ടിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ പല കുട്ടികളും വരുന്നുണ്ട്, പോകുന്നുണ്ട്, പിന്നെ ഭയങ്കര വികൃതിയുള്ള കുട്ടികൾ കളിക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ആ വികൃതി കളിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു എന്താ പറയാ, ഒരു ബോധ്യം പല ടീച്ചേഴ്സിനുമില്ല, രക്ഷിതാക്കൾക്കുമില്ല. അപ്പൊ അത് അവിടെ നിന്ന് നമ്മൾ തുടങ്ങണം. അതെ, ഇവിടെ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. രാഹുൽ തായാട്ട് എന്ന് പറഞ്ഞിട്ട് ഒരാളൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് ലേണിംഗ് ഡിസബിലിറ്റിയെ കുറിച്ച്. അത് ആർക്കൊക്കെ വായിക്കാമെന്നറിയാമോ? പാരന്റ്സിന്, ടീച്ചേഴ്സിന്, അതുപോലെ ഈ ലേണിംഗ് ഡിസബിലിറ്റിയെ കുറിച്ച് കൂടുതൽ പഠിക്കുന്നവർക്ക് ഒക്കെ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പുസ്തകമാണ്. അത് വാങ്ങി എല്ലാവരും വായിക്കുക എന്നുള്ളതാണ്. പാരന്റ് ആയിട്ടുള്ളവരും വായിക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് ലേണിംഗ് ഡിസബിലിറ്റി, എവിടെയൊക്കെയാണ് നമുക്ക് നമ്മുടെ മക്കൾക്ക് പ്രശ്നം എന്ന്. ഒരു പാരന്റിന് തന്നെ ബുക്ക് നെയിം പഠന വൈകല്യം അങ്ങനെ എന്തോ ആണ്, എനിക്ക് മറന്നുപോയി. രാഹുൽ തായാട്ടിന്റെ ആണ് ആ പുസ്തകം. ഞാൻ വായിച്ചിട്ട് തിരിച്ചു കൊടുക്കും. അത് തന്നെ വേണമെന്നില്ല, നമുക്ക് ലേണിംഗ് ഡിസബിലിറ്റിയെ കുറിച്ച് വേണമെങ്കിൽ നമുക്ക് ഇന്ന് ഒരു ബുക്ക് വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം അതിന്റെ കോഴ്സ് പോലെ തന്നെ യൂട്യൂബിലുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കുമ്പോൾ നമുക്ക് നമ്മുടെ കുട്ടിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതിലൂടെ നമുക്ക് എംപവർ ചെയ്യിപ്പിച്ചെടുക്കാൻ പറ്റും. പാരന്റ്സ് ചില പാരന്റ്സ് ഒക്കെ സ്വയം പഠിക്കുന്നവരുണ്ട്, ചിലർക്ക് അതിനെപ്പറ്റി അറിയില്ല. അവർ ഈ പറയുന്ന പോലെ റീൽസിലൊക്കെ കുടുങ്ങി അവര് സാധാ ലൈഫിൽ കുടുങ്ങി നടക്കുന്നവർ ഇപ്പോഴും ഒരുപാടുണ്ട്. അതുപോലെ പിന്നെ വരുന്നതാണ് ലാംഗ്വേജ് ആൻഡ് ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്മെന്റ്. അപ്പൊ ഈ ലാംഗ്വേജിൽ നമ്മുടെ മദർ ടങ്ങിലേക്ക് വരുമ്പോൾ പോലും നമ്മൾ മറ്റുള്ള ഭാഷ മാറ്റി നിർത്താം, നമ്മുടെ സ്വന്തം ഭാഷയിൽ പോലും അവരുടെ ഉള്ളിലുള്ള വേദനകളെയും വികാരങ്ങളെയും ആ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ ഒരു കുട്ടിക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് പലയിടത്തും പരാജയം. കാരണം ഇപ്പൊ ഈ ഒരു കൊറോണ കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾ മൊബൈലിലായിരുന്നു, അല്ലെ? പഠിത്തവും ഊണും ഉറക്കവും എല്ലാം അതിനകത്തായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല, അവരുടെ ഫീലിങ്സ് ടീച്ചേഴ്സിനോട് തന്നെ പറയാൻ പറ്റുന്നില്ല.
പല കുട്ടികളും സ്കൂളിൽ ഞാൻ പാരന്റിനോട് തന്നെ പറയുന്നുണ്ട്. യെസ്, അത് വേണം. അവിടെ ആ ഒരു പാരന്റും ടീച്ചേഴ്സും ഒരുമിച്ച് കൂടി നിന്നാൽ മാത്രമേ ഈ പറഞ്ഞ പോലെ, അതാണ് പറയുന്നത്, പല സ്കൂളുകളിലും ടീച്ചേഴ്സ് പാരന്റിങ് ട്രെയിനിങ് കൊടുക്കുമ്പോഴും അവിടെ റെസ്പെക്ട് യുവർ ചിൽഡ്രൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വയ്യ എനിക്ക് പഠിക്കാൻ പഠനം വലിയ അങ്ങനെയാണെന്ന് തോന്നുന്നു. രാഹുൽ തായാട്ടിന്റെ പുസ്തകം, പേര് എനിക്ക് ഓർമ്മ നിൽക്കുന്നില്ല, കുറെ കാലമായി ഞാനത് വായിച്ചു പഠിച്ചിട്ട്. അപ്പോ ഇവിടെ ഈ കുട്ടിക്ക് നമ്മൾ ഇമോഷണലി അവർക്ക് സംസാരിക്കാൻ, അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ പറയാനും, അല്ലെ, അവര് നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ അവർക്ക് കഴിയണം. പലപ്പോഴും എൻ്റെ മോൻ സ്കൂളിൽ എന്തെങ്കിലും കാര്യം ചോദിക്കുമ്പോൾ ഇവൻ വാലും തുമ്പും മാത്രം പറയും. അപ്പൊ ഞാൻ വീണ്ടും വീണ്ടും ചോദിച്ച് അവിടെ അവനുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നന്നായിട്ട് ഇതാക്കാൻ നോക്കും. അപ്പോൾ ഞാൻ പിന്നെ ടീച്ചറിനെ വിളിക്കും. എന്താണ് ടീച്ചറെ പറഞ്ഞതെന്ന് പറയുമ്പോൾ ടീച്ചർ പറയും ഇന്ന കാര്യമാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ മോനോട് പറയും, ടീച്ചർ പറഞ്ഞ എന്താണെന്ന് അറിയാമോ, ഇന്ന കാര്യമാണ് ടീച്ചർ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ഞാൻ ടീച്ചർ പറഞ്ഞ അതേ കാര്യം അവനോട് പറഞ്ഞു കൊടുക്കും. അല്ലാതെ അവൻ ഇത് ഞാൻ പറയാതെ ടീച്ചർ പറഞ്ഞു, ഓക്കെ, ടീച്ചർ പറഞ്ഞ കാര്യം ഞാൻ അതേപോലെ ചെയ്തങ്ങ് കൊടുത്തു വിടല്ല. അതിന് അപ്പുറത്തേക്ക് ക്ലാസ്സിൽ ടീച്ചർ എന്താണ് പറഞ്ഞതെന്നറിയാം, ഇങ്ങനെയാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ അവൻ അത് കാര്യം വീണ്ടും കത്തും. അല്ലെ, കുട്ടികളാണ്, പെട്ടെന്ന് അവർക്ക് ചിലപ്പോൾ അവരുടെ ടീച്ചർ പറയുന്നത് ചിലപ്പോൾ പെട്ടെന്ന് അവർക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ ഇപ്പോ ടീച്ചർ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നുള്ളത് ഇങ്ങോട്ട് വന്ന് പറയും. അപ്പോൾ ഇപ്പൊ ഒരു ടെസ്റ്റ് പേപ്പർ ഇടുന്ന കാര്യം ടീച്ചർ തന്നെ ഇപ്പൊ പോയപ്പോഴും പറഞ്ഞു, ഏതോ പാരന്റ് പറഞ്ഞു ഇതിൽ എഴുതിയിടണം, കുട്ടി ഒന്ന് പറയില്ല എന്ന് പറയുമ്പോൾ അത് ഇന്ന് ഇപ്പൊ മലയാളം ടെസ്റ്റ് പേപ്പർ പറയുകയാണെങ്കിൽ കുട്ടി വീട്ടിൽ വന്ന് പറഞ്ഞില്ലെങ്കിൽ നാളെ അവന് മാർക്ക് കുറയും. അപ്പൊ അവന് മനസ്സിലാവും ഞാൻ പറയാത്തത് കൊണ്ടാണ്. അപ്പൊ പാരന്റിന് മനസ്സിലാവും. അപ്പൊ പാരന്റ് എന്ത് ചെയ്യും, ഒന്നുകിൽ ഡയറിയിൽ എഴുതില്ല എന്നല്ലേ ടീച്ചർ പറഞ്ഞത്. കാരണം ഈ കുട്ടി പോയി പറയണം, വീട്ടിൽ പോയി പറയണം, എനിക്ക് ഇന്ന് ഈ ചാപ്റ്റർ ടെസ്റ്റ് പേപ്പർ നാളെ ടീച്ചർ ഇടുമെന്ന് ഇന്ന് എന്നോട് പറഞ്ഞു എന്ന് ഈ കുട്ടി പോയി പറയണം. അതിനാണ് ടീച്ചർ പറഞ്ഞത്, ഡയറിയിൽ എഴുതി തരൂല, കുട്ടികൾ വന്ന് പറയട്ടെ. കുട്ടികൾ ഇന്ന് എന്ത് പഠിച്ചു, എന്തെങ്കിലും പഠിച്ചുകൊണ്ട് പോകാനുണ്ടോ എന്ന് പാരന്റ് ചോദിക്കുകയും വേണം. അപ്പൊ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കാത്തത്, അവിടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ശരിക്കും നടക്കാത്തത്, ലാംഗ്വേജ് ബാരിയറും ഈ കമ്മ്യൂണിക്കേഷൻ ബാരിയറൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ്? പാരന്റ്സും കുട്ടിയും തമ്മിൽ സംസാരിക്കുന്നില്ല. പാരന്റ് ഒരു സൈഡിൽ ഒന്നുകിൽ ടിവിയിലായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലായിരിക്കും, ഇല്ലേ? ഒക്കെ അവർക്ക് പുസ്തകങ്ങൾ വാങ്ങിച്ചു കൊടുക്കാം, അത് വായിക്കാൻ അറിയാത്ത കുട്ടികളാണെങ്കിൽ വായിച്ചു കൊടുക്കാം, അല്ലെ? ഞാനിപ്പോ തന്നെ GK പഠിപ്പിക്കുന്നത്, GKയിൽ കുറെ ക്വസ്റ്റ്യൻസ്, ഒരു 13 ക്വസ്റ്റ്യൻസറോളം പഠിപ്പിച്ചു. ഇപ്പൊ ഫസ്റ്റ് ഫാദർ ഓഫ് ദ കമ്പ്യൂട്ടർ, അത് ചാൾസ് ബാബേജ് എന്നുള്ളത് ഞാൻ ഇങ്ങനെ അടിച്ചിട്ട് അത് കാണിച്ചു കൊടുത്തു. ഇദ്ദേഹമാണ് ചാൾസ് ബാബേജ്, ഇദ്ദേഹമാണ് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു കൊടുത്ത്, പിക്ചർ കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു കൊടുത്തു. അപ്പൊ ചെന്ന് ചോദിക്കുമ്പോ തന്നെ ടപ്പന് ഇങ്ങനെ മറുപടി വരാം. കാരണം ഇവരുടെ ഉള്ളിൽ വിഷ്വൽ കിടക്കല്ലേ. അപ്പൊ അത് കണ്ടും കേട്ടും മനസ്സിലാക്കിയും അവരുടെ ലാംഗ്വേജ് ബാരിയറിനെ മാറ്റി കൊടുക്കുക എന്നുള്ളതാണ്. അതിന് നമ്മൾ കുഞ്ഞു കുട്ടികളിൽ ഇപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, അവർക്ക് ഈ പറഞ്ഞ പോലെ കളിക്കുടുക്കൊക്കെ വാങ്ങിച്ചിട്ട് അത് വായിച്ചു കൊടുക്കുക, അതിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. കുട്ടി ശ്രദ്ധിക്കാതിരിക്കുകയാണെങ്കിൽ, നമ്മളിപ്പോ ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ കുട്ടിക്ക് അത് നമ്മൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ ചോദിക്കും. ഒരു ഓപ്പൺ ക്വസ്റ്റ്യൻ കുട്ടിയോട് ചോദിക്കുമ്പോൾ അവൻ ആൻസർ പറയാൻ ശ്രമിക്കും. അപ്പൊ അവൻ എന്തായാലും ക്വസ്റ്റ്യൻ ചോദിക്കും എന്ന് കരുതിയിട്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിച്ചിരിക്കാനുള്ള ശ്രമം നടത്തും. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. പിന്നെ സ്കൂളിലും ഇതുപോലുള്ള സ്പീച്ചും മറ്റു കാര്യങ്ങളൊക്കെ വെച്ച് കുട്ടികളോട് കൂടുതൽ ഇന്ററാക്ട് ചെയ്യാനൊക്കെ സാധിച്ചാൽ അവർക്ക് ലാംഗ്വേജ് ബാരിയർ അവർക്ക് മറികടക്കാനായിട്ട്, ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഈ ലാംഗ്വേജ് ബാരിയർ അതുപോലെ മറ്റ് ഈ പറയുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് കുറെ കൂടി ഡെവലപ്പ് ചെയ്യാം. നമുക്ക് നമ്മുടെ ഭാഗത്ത് നിന്ന്, നമ്മളാണ് സ്കൂൾ തുടങ്ങുന്നതെങ്കിൽ എന്തൊക്കെ സംഭവങ്ങൾ നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും? ഓരോരുത്തരായിട്ട് നിങ്ങളുടേതായ അഭിപ്രായം പറയൂ. മാം, അതായത് നമ്മുടെ സ്കൂളിൽ ഇവിടെ അക്കാഡമിക് ലിങ്ക്ഡ് ആക്ടിവിറ്റീസ് നമ്മൾ കൊടുക്കാറുണ്ട്. ലൈക്ക് ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് റിലേറ്റഡ് ആക്ടിവിറ്റീസ്, ആൻഡ് സയൻസ് ആണെങ്കിൽ സയൻസ് റിലേറ്റഡ് ആക്ടിവിറ്റീസ്. ലൈക്ക് ഒരു ക്ലബ്ബ് നമുക്ക് ഇവിടെ ഉണ്ട്. ആ ഒരു ക്ലബ്ബിൽ തന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള, മീൻസ് ഇംഗ്ലീഷ് ക്ലബ്ബ് ആണെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്വിസ് കോമ്പറ്റീഷൻസ് ഓൾസോ പ്രൊവൈഡിങ് ദ ലൈക്ക്. അപ്പൊ കുട്ടികൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പം അവർക്ക് ഒന്നുകൂടെ മീൻസ് വിജിലന്റ് ആവും. ലൈക്ക് അവർക്ക് കുട്ടികൾക്ക് ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉണ്ടാവുമല്ലോ. മീൻസ് ഗ്രാമേഴ്സ് എല്ലാം അവരങ്ങനെ പഠിച്ചെടുക്കുന്നുണ്ട്. ആൻഡ് നമ്മുടെ സ്കൂളിലെല്ലാം മോസ്റ്റ് ഓഫ് ദ ചിൽഡ്രൻ ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെ മീൻസ് ഇങ്ങനത്തെ ഒരു ക്ലബ്ബ് നമ്മൾ ചെയ്തതുകൊണ്ടാവാം മേ ബി
പിന്നെ കുട്ടികളെ കൊണ്ട് നമ്മൾ ഓരോ പ്രസന്റേഷൻസ് ചെയ്യിക്കാറുണ്ട്. ലൈക്ക് എന്തെങ്കിലും ഒരു ടോപ്പിക് എല്ലാം കൊടുത്തിട്ട് അവരോട് പ്രസന്റ് ചെയ്യാൻ പറയാറുണ്ട്. ദെൻ സ്റ്റോറി ടെല്ലിംഗ് ഓൾസോ എല്ലാം ലാംഗ്വേജ് ക്ലബ് ത്രൂ ആണ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് മീൻസ് നമ്മൾ ഒരുവിധം സ്കൂളിൽ ഇല്ലാത്ത, മേ ബി എനിക്ക് അറിഞ്ഞൂടാ, ഞാനൊരു CBSE സ്കൂളിലാണ്. കുട്ടികളെല്ലാം മീൻസ് അവർക്ക് എഴുതാനും വായിക്കാനും അറിയില്ലെങ്കിലും അവരുടെ കമ്മ്യൂണിക്കേഷൻ എന്താ പറയാ ഭയങ്കര നന്നായിട്ട് സംസാരിക്കും. ഒന്നും മീൻസ് ഞാൻ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആണല്ലോ, പക്ഷെ അവർക്ക് എഴുതാൻ അറിയില്ല, വായിക്കാൻ അറിയില്ല, പക്ഷെ നന്നായിട്ട് ഫ്ലുവന്റ് ആണ് ഇംഗ്ലീഷ്. അപ്പൊ ഇതുപോലത്തെ എക്സ്ട്രാ കരിക്കുലർ ആയിട്ട് നമ്മൾ ചെയ്യുന്നോണ്ടാണ്. അതെ. അപ്പൊ ഇവരൊക്കെ നല്ല പ്രഗത്ഭരായ ടീച്ചേഴ്സ് ആണ് അല്ലെ? ടീച്ചർ എന്ന് മാത്രമല്ല, ഒരു കുഞ്ഞിനെ അവരുടെ അകക്കണ്ണ്, അത് സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ആയാലും അല്ലാത്തവരായാലും ഒരു കുഞ്ഞിന്റെ അകക്കണ്ണ് തുറപ്പിക്കുന്നവളാണ് യഥാർത്ഥ ടീച്ചർ എന്ന് പറയുന്നത്, യഥാർത്ഥ ഒരു അധ്യാപിക എന്ന് പറയുന്നത് അല്ലെ? അത് അതിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, ഇതെല്ലാം ഡെവലപ്പ് ചെയ്തെടുത്ത ഈ പറഞ്ഞ 5 ഡൊമൈനും നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ ഒരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ പറ്റൂ. ഇപ്പൊ ലിഫ്ന മാം ഒക്കെ നല്ല ഒരു ടീച്ചറാണ്, ജസീന മാം, അതുപോലെ ഇതിനകത്ത് മിണ്ടാതിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്, എത്രയോ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ. അപ്പോ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ അസൗകര്യം കൊണ്ടായിരിക്കാം ഓൺ ചെയ്യാത്തത്. എനിവേ നമ്മുടെ ഈ ക്ലാസ് നമുക്ക് ഇവിടം കൊണ്ട് തീരുന്നില്ല ഈ കേസൊന്നും. ഇവിടം കൊണ്ട് ഒരു മണിക്കൂർ കൊണ്ട് അവസാനിപ്പിക്കാൻ പറ്റിയ ഒന്നല്ല ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. ഓരോന്നും എടുത്ത് നമ്മൾ ഇഴകീറി പഠിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനും പഠിക്കാനുണ്ടാവും അല്ലെ? അപ്പൊ ഈ ഒരു ക്ലാസ്സിലൂടെ ഇത് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ, ഒരു പക്ഷേ ഒരു ചെറിയ ഒരു കാര്യമെങ്കിലും ഒരാൾ പറയാൻ ശ്രമിച്ചാൽ ഒന്ന് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വർദ്ധിക്കാൻ ഒരു ചെറിയൊരു തുടക്കം. പിന്നെ 2, നമുക്ക് നിങ്ങളിലൂടെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. നിങ്ങളെന്ന ഒരു വ്യക്തിയെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നമുക്ക് താരതമ്യം ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. അവിടെ ഒരു കോപ്പറേഷൻ, ഒരു സഹകരണം അല്ലെ, നിസ്വാർത്ഥ സേവനം, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഈ ഒരു ഫ്രീ വെബിനാർ എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു സേവനമാണ്. അതുപോലെ നമ്മളുടെ അറിവുകൾ നമ്മളൊരു കമ്മ്യൂണിറ്റിയിലേക്ക് വന്ന് സംസാരിക്കുമ്പോൾ ഈ പറയുന്ന പോലെ ഉള്ളിലിരിക്കുന്ന അറിവുകൾ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങും തോറും കുറെ കൂടി നമ്മൾക്ക് അത് അകത്തോട്ട് കയറുകയാണ്. കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അകത്തോട്ട് കയറാണ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ. അതാണ് ഈ അറിവിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഉപകാരപ്പെടാത്ത സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ പിശുക്കന്റെ കീശയിലെ പണവും, അതുപോലെ തുറക്കാത്ത പുസ്തകത്തിലെ നോളജ് നകത്തിരിക്കുന്നത്, ഇതൊന്നും നമുക്ക് ഒരിക്കലും ഉപകാരപ്പെടുന്നതല്ല. നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ തലയിലുണ്ട്, അത് നമുക്ക് മറ്റുള്ളവർക്കും കൂടെ കുറച്ചുകൂടി പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ഈ പറഞ്ഞ ഡെവലപ്മെന്റ് ഒക്കെ നമ്മളിൽ ഉണ്ട് എന്ന് നമുക്ക് തന്നെ സ്വയം തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ നമ്മുടെ ക്ലാസ്സിന്റെ വൈൻഡ് അപ്പ് സെഷൻ ആണ് എന്തായാലും. നെക്സ്റ്റ് ഒരു ക്ലാസ് ഇപ്പൊ വേറൊന്ന് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുള്ളത് കൊണ്ട് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു. എങ്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാം, നിങ്ങളുടേതായ വ്യൂ പോയിന്റിൽ നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് വിശകലനം ചെയ്ത് സംസാരിക്കാനുള്ള ഒരു അവസരം കൂടി തരാണ്. ഓക്കെ, ആർക്കൊന്നും പറയാനില്ലേ? Okay, ma'am. Thank you so much, and we'll wait for next session also. Thank you so much. ഓക്കെ, ലിഫ്ന മാം ഒരുപാട് സംസാരിച്ചു. ഒരുപാട് കാര്യങ്ങൾ അറിയുന്ന ആളാണ് ലിഫ്ന മാം ഒക്കെ. പക്ഷെ ഈ പറഞ്ഞ പോലെ ലൈവിൽ ഈ ഒരാൾ മാത്രം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അവരുടെ അറിവുകൾ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ടൈം അവർക്ക് അവിടെ കിട്ടുന്നില്ല അല്ലെ? അപ്പൊ നമുക്ക് ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യാം. ലിസാസ് ഐഫോൺ മേഡം പറഞ്ഞോളൂ. മേഡം ഒത്തിരി നല്ല ക്ലാസ് ആയിരുന്നു. പിന്നെ ഈ ഫീൽഡുമായിട്ട് എനിക്ക് വലിയ കണക്ഷൻ ഇല്ലാത്തതാണ് എനിക്ക് അഭിപ്രായങ്ങളൊന്നും പറയാനൊന്നും അറിയത്തില്ലായിരുന്നു. ഞാൻ ജസ്റ്റ് ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് സൈക്കോളജി ജസ്റ്റ് കഴിഞ്ഞു. ഇപ്പൊ MA സൈക്കോളജി കിറ്റിനായി ജസ്റ്റ് ചേർന്നതേ ഉള്ളൂ. അപ്പം എനിക്ക് നല്ലൊരു കുറെ ഇൻഫർമേഷൻസ് ഇതിനകത്ത് ഇപ്പൊ പാർട്ടിസിപ്പൻസിനും ഒക്കെ ഒത്തിരി നല്ല നല്ല പോയിന്റ്സുകൾ കിട്ടി. എല്ലാവർക്കും ഒരുപാട് അനുഗ്രഹങ്ങൾ തരുന്നവരെ നേരുന്നു. താങ്ക് യു സോ മച്ച്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നിങ്ങളെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാണ്. ലിസ എന്താണ് യഥാർത്ഥ നെയിം എന്താണ്? അതെ ലിസ. അതെ ലിസ. ഓക്കെ, ലിസ ഞാൻ മാം. പെട്ടെന്ന് മൊബൈലിൽ കുഴപ്പമില്ല. എന്തായാലും വീഡിയോ ഓൺ ചെയ്ത് പറയാൻ കാണിച്ച ആ ഒരു മനസ്സിന് ഞാൻ അപ്രീസിയേഷൻ തരാണ്. താങ്ക് യു. ഇതുപോലുള്ള ഈ നിങ്ങളുടെ പ്രസന്റ് മുഖം കാണുമ്പോൾ അത് നമുക്കൊരു ഹാപ്പിനെസ് ആണ്. കാരണം നമ്മുടെ ക്ലാസ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ കിട്ടി എന്ന് നമുക്ക് തോന്നുമല്ലോ. തീർച്ചയായിട്ടും അതൊരു മോട്ടിവേഷനും ആണല്ലോ. നമ്മൾ സംസാരിക്കുമ്പോൾ അറിയാം, തീർച്ചയായിട്ടും അറിയാം. ഓക്കെ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച്. ഇനി ആർക്കാണ് പറയാനുള്ളത്? നിങ്ങളെ എനിക്ക് പരിചയപ്പെടാനും നമുക്ക് കൂടുതൽ സംസാരിക്കാനൊക്കെ ഒരു കുറച്ച് സമയമുള്ളൂ.
ആർക്കൊക്കെ സംസാരിക്കാം? ആർക്കൊന്നും പറയാല്ലേ? മുഹമ്മദ് അഷ്റഫ് KP പറയൂ സാർ. ഓക്കെ, പിന്നെ എന്തായാലും വളരെ ഇൻഫർമേറ്റീവ് ആയ, അതായത് ഒരുപാട് ഇപ്പൊ നേരത്തെ ഇവിടെ മാം സൂചിപ്പിച്ചതുപോലെ ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് പാരൻസും ടീച്ചേഴ്സും ഒരുമിച്ച് പോകുന്നതിന്റെ ആവശ്യകതയെ കുറിച്ച്, അത് പിന്നെ കുട്ടികളുണ്ടാകുന്ന എഫക്റ്റിനെ കുറിച്ച്, അങ്ങനെ എല്ലാം കൊണ്ടും വളരെ പിന്നെ നല്ലൊരു ക്ലാസ് മാം നമുക്ക് നൽകി. അത് മാത്രമല്ല നമ്മുടെ അറിവുകൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ബെനിഫിറ്റ്, അത് പിന്നെ നമ്മുടെ അറിവുകൾ കൂടുക മാത്രമാണ് ചെയ്യുന്നത്, ഒരിക്കലും അത് കുറഞ്ഞു പോകുന്നില്ല എന്നും നമ്മളെ വ്യക്തമായി നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി. ഇത് നമുക്കൊക്കെ എല്ലാവർക്കും അറിവുകളുണ്ട്, ആരും ഈ ഇതിൽ ജോയിൻ ചെയ്ത ആളുകളൊക്കെ ഒന്നും അറിയാത്തവരാണ് എന്ന് നമുക്ക് തോന്നുന്നില്ല. പക്ഷെ അറിവുകളെ നേരത്തെ പറഞ്ഞ പോലെ ഒരു വാക്കിലൂടെ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു വീഡിയോസിലാണെങ്കിൽ എങ്ങനെയാണോ നമുക്ക് പ്രസന്റ് ചെയ്യാൻ കഴിയുന്നത് ആ രൂപത്തിൽ അത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ അറിവുകൾ ഇറങ്ങുമ്പോൾ മറ്റു പുതിയൊരു അറിവ് നമുക്ക് അവിടെ ശരിക്കും സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അത് നല്ലൊരു പിന്നെ വിവരണമായിരുന്നു. അപ്പോൾ എന്തായാലും വിംബിൾ അക്കാദമി നമുക്കറിയാം ഒരുപാട് ആളുകൾ ഈ ഒരു ഫ്രീ വെബിനാറൊക്കെ നമ്മൾ സാധാരണ ഈ ക്യാഷ് കൊടുത്തിട്ടാണ് നമ്മൾ ഇത്ര ഓൺലൈൻ കേൾക്കുമ്പോൾ നമുക്കത് പ്രത്യേകിച്ച് ഒരു എഫക്ട് തോന്നും. ശരിക്ക് ഇതൊക്കെ എത്രയോ അറിവുകളാണ് നമുക്ക് വിംബിൾ അക്കാദമിയോട് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു മോർണിംഗ് സെക്ഷൻ ഈവനിങ് സെക്ഷൻ മാത്രമല്ല, ഇതിന്റെ മോർണിംഗ് സെക്ഷൻ നടക്കാറുണ്ട്, എല്ലാ ദിവസവും നടക്കാറുണ്ട്. നമ്മുടെ രാവിലെ എല്ലാവരെയും എനർജറ്റിക് ആക്കുന്ന ഒരു പിന്നെ മെഡിറ്റേഷനോടെ തുടങ്ങി അരമണിക്കൂറത്തെ ക്ലാസ്, അധിക ക്ലാസ് ഞാൻ കയറാറില്ല. അങ്ങനെ നമുക്ക് വെറുതെ നൽകുന്ന, എനിക്ക് തോന്നുന്നു നമ്മൾ വെറുതെ കൊടുത്തുകൊണ്ടായിരിക്കും ഇപ്പം നമ്മളിതൊന്നും യൂട്ടിലൈസ് ചെയ്യാത്ത എനിക്ക് തോന്നുന്നു. അപ്പം വളരെ മനോഹരമായ എല്ലാ അറിവുകളും നമുക്ക് വ്യത്യസ്ത വീക്ഷണങ്ങളുള്ള, വ്യത്യസ്ത കഴിവുകളുള്ള, വ്യത്യസ്ത അറിവുകളുള്ള ആളുകൾ അതിൽ ഓരോ ദിവസവും ക്ലാസ് എടുക്കുന്നു, രാവിലെ ആയാലും ഈവനിങ്ങിലായാലും. അസ്മിമാടൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം ഇതിന്റെയൊക്കെ തുടക്കത്തിലുള്ള ഒരു പിന്നെ പാർട്ട്നേഴ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു സൈക്കോളജിസ്റ്റ് ആണ്. പിന്നെ ഒരുപാട് പിന്നെ സൽഗുണം, ഒരുപാട് കാര്യങ്ങൾ അറിയുന്ന വ്യക്തിത്വത്തിന് ഉടമയാണ്. എനിക്ക് പേഴ്സണലായിട്ട് ഒരുപാട് അറിയാം, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഏതായിരുന്നാലും അത് ഫൈസൽ സാറാവട്ടെ, അങ്ങനെ ജാസ്ന മാം, അതുപോലെ ഒരുപാട് ആളുകളുണ്ട്. അതിന് പേരെടുത്ത് പരാമർശിക്കുന്നില്ല, നമ്മുടെ വെയിറ്റ് സമയമായതുകൊണ്ട്. എന്തായാലും നല്ല ഇൻഫർമേറ്റീവ് ആയി ക്ലാസ് നൽകിയ മാമിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതുപോലെ ഈ ഇന്നത്തെ സെഷനിൽ പങ്കെടുത്ത എല്ലാവരെയും ഞാൻ ഈ ഒരു വിംബിൾ അക്കാദമിക്ക് വേണ്ടി കാരണം ഞാൻ അതിന്റെ സ്റ്റുഡൻസ് കൂടിയാണ്, അതുകൊണ്ടാണ് ഞാൻ 19ാം ബാച്ചിലെ സ്റ്റുഡൻസ് കൂടിയാണ്. അതുകൊണ്ട് ഞാൻ പ്രത്യേകം കൃതജ്ഞതയും പിന്നെ നന്ദിയൊക്കെ അറിയിക്കുകയാണ്. വീണ്ടും അതുപോലെ നമുക്ക് സംഗമിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മുടെ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ അതിൽ ഡിസ്കഷൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് ഓക്കെ നൈറ്റ്. മാഡം, ഗുഡ് നൈറ്റ്. താങ്ക് യു. ഗുഡ് നൈറ്റ്.